കേരള കോൺഗ്രസ് ഡെപ്യൂട്ടി ചെയർമാൻ ശ്രീ ജോണി നെല്ലൂർ കേരള കോൺഗ്രസിന്റെ പാർട്ടിയുടെ പുറത്തേക്ക് പോയി പുതിയ രാഷ്ട്രീയ പാർട്ടിയുമായി വരികയാണ് എന്ന വാർത്തയാണ് ഏറ്റവും പുതുതായി രാഷ്ട്രീയ കേരളത്തിൽ നമുക്ക് വായിച്ചെടുക്കുവാൻ സാധിക്കുന്നത്. ജോണി നെല്ലൂരിന്റെ പുതിയ രാഷ്ട്രീയ പാർട്ടി BJPയോട് അനുഭാവം പ്രകടിപ്പിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ജോണി നെല്ലൂരിന്റെ പുതിയ പാർട്ടി കേരളത്തിലെ BJPയുടെ ബി പാർട്ടിയായി മാറുകയാണോ? അങ്ങനെ മാറുകയാണെങ്കിൽ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ പിന്തുണ ആ പാർട്ടിക്ക് ഉണ്ടാകുമോ? കാലങ്ങളായി അവഗണിക്കപ്പെടുന്ന കത്തോലിക്ക സഭയിലെ വിവിധ സ്വരങ്ങളെ കേട്ടതിന്റെ ഒരു പ്രതിഫലനമാണോ ജോണി നെല്ലൂരിനെ വെച്ചുള്ള BJPയുടെ രാഷ്ട്രീയ കളി? എങ്ങനെയാണ് കേരളത്തിന്റെ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പുതിയ പാർട്ടിയെയും കത്തോലിക്ക സമൂഹത്തിന്റെ വോട്ടുകളെയും BJPയുടെ രാഷ്ട്രീയ തന്ത്രത്തെയും വായിച്ചെടുക്കേണ്ടത്? ഷക്കീന ബിഗ് ഡിബേറ്റിലേക്ക് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം. ഈ ചർച്ചയിൽ നമ്മളോടൊപ്പം പങ്കെടുക്കുന്നു മുതിർന്ന കേരള കോൺഗ്രസ് നേതാവ് ശ്രീ ഫ്രാൻസിസ് ജോർജ്, ശ്രീ MP ജോസഫ് IAS, മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ ജോർജ് കള്ളിവേലിൽ, ഒപ്പം കത്തോലിക്ക കോൺഗ്രസിൽ നിന്ന് ഡോക്ടർ ജോസുകുട്ടി ഒഴികയിലും. 4 പേർക്കും ഈ ചർച്ചയിലേക്ക് സ്വാഗതം. ശ്രീ MP ജോസഫ്, ശ്രീ ജോണി നെല്ലൂർ കേരള കോൺഗ്രസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയുമായി അദ്ദേഹം വരുന്നു. അത് NDAയുമായിട്ട് അനുഭാവമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയാണെന്ന് വായിച്ചെടുക്കുന്നു. ഇത്തരം തീരുമാനങ്ങൾ കേരള കോൺഗ്രസുകാരെ എങ്ങനെയാണ്? ഇത് ആശങ്കപ്പെടുത്തുന്ന തീരുമാനങ്ങളാണോ, ആശങ്കപ്പെടുത്തുന്ന മുന്നേറ്റങ്ങളാണോ ഇപ്പോൾ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? കേരള കോൺഗ്രസിനെ തീർച്ചയായിട്ടും ഒരു രീതിയിലും ആശങ്കപ്പെടുത്തുന്ന ഒരു നീക്കമല്ല. അത് കുറച്ചു കാലമായി കേൾക്കുന്നു, ഇങ്ങനെ ജോണി നെല്ലൂര് വിടുമെന്ന് കുറെ കാലമായിട്ടാണ് കേൾക്കുന്നത്. അദ്ദേഹത്തിനെ നിതിൻ നേരത്തെ BJPയുടെ B ടീം എന്ന് വിശേഷിപ്പിച്ചു. അദ്ദേഹം B ടീം ഒന്നുമല്ല, വല്ല Xോ Yോ Z ടീം ഉണ്ടായിരുന്നെങ്കിൽ BJPക്ക് അതിലത്തെ Z ടീമായിട്ട് തന്നെ വിശേഷിപ്പിക്കാൻ പറ്റുമോ എന്നുള്ളത് സംശയമാണ്. അപ്പൊ അങ്ങനെ B ടീം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന അദ്ദേഹത്തിന് ഒരു ശ്രേഷ്ഠത കൊടുക്കുന്നതാണ്. അദ്ദേഹം, ഞാൻ മനസ്സിലാക്കുന്ന, ഞാൻ ആ സമയത്ത് രാഷ്ട്രീയത്തിൽ ഉണ്ടായിരുന്നില്ല, പക്ഷെ കേരള കോൺഗ്രസിലേക്ക് അദ്ദേഹം വന്നതും ഒറ്റയ്ക്കാണ്, പോകുന്നതും ഒറ്റയ്ക്കാണ്. അതുകൊണ്ട് ഒരു രീതിയിലും കേരള കോൺഗ്രസിനെ അല്ല UDFനെ ഒരു രീതിയിലും ദോഷം ചെയ്യില്ല, ഗുണം ചെയ്യുകയുള്ളൂ. ഇങ്ങനെ അല്പം ഒരു കാലം അപ്പുറത്തെ വഞ്ചിയിലും ഒരു കാലം ഇപ്പുറത്തെ വഞ്ചിയിലും നിൽക്കുന്നവര് UDFന് വേണ്ട, കേരള കോൺഗ്രസിന് വേണ്ട എന്ന് ഉത്തമമായിട്ട് വിശ്വസിക്കുന്ന ഒരാളാണ്. അങ്ങനത്തെ ചായ്വുകളൊക്കെ ഉണ്ടെങ്കിൽ അത് മാർക്സിസ്റ്റ് പാർട്ടിയോടുള്ള ചായ്വാണെങ്കിലും ശരി, വലതുപക്ഷത്തിനോടുള്ള BJPക്കുള്ള ചായ്വാണെങ്കിലും ശരി, അതൊന്നും UDFന് ആവശ്യമില്ല. അവര് പോകേണ്ട കരിനിറം ഇന്ത്യക്ക് മുഴുവൻ കാണാൻ സാധിച്ചിട്ടുണ്ട്. അവര് ക്രൈസ്തവരെ പീഡിപ്പിക്കുന്ന രംഗങ്ങൾ നമ്മൾ കുറെ വർഷമായിട്ട് കാണുന്നതാണ്. അങ്ങനെ പീഡിപ്പിക്കുന്ന ഒരു BJPയിലേക്ക് ജോണി നെല്ലൂർ പോകുന്നത് ഒരു അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ഒരു ആത്മഹത്യയാണ്. നമ്മൾ കണ്ടിട്ടുണ്ട്, പണ്ട് പോയിരിക്കുന്ന എല്ലാവരും. ഇപ്പോ അൽഫോൻസ് കണ്ണന്താനത്തിനെ എന്താണ് കുപ്പയിലേക്ക് വലിച്ചിട്ടിരിക്കുകയാണ്. അതിനു മുമ്പ് ഒരു വടക്കൻ ഉണ്ടായിരുന്നു. ഇപ്പൊ കോൺഗ്രസിലുള്ളപ്പോ വടക്കൻ എപ്പോഴും നാഷണൽ വക്താവ് എന്ന് പറഞ്ഞ് എപ്പോഴും TV വന്നിരുന്ന ഒരു വ്യക്തിത്വമായിരുന്നു. നമ്മൾക്ക് അദ്ദേഹം പറയുന്നത്, മലയാളം പറയുന്നത് മനസ്സിലായില്ലെങ്കിലും ഇല്ലെങ്കിലും TV എപ്പോഴും അദ്ദേഹത്തിന്റെ മുഖം എപ്പോഴും നമുക്ക് കാണാമായിരുന്നു. BJPയിൽ വന്നതിന് ശേഷം, ചെന്നതിന് ശേഷം അദ്ദേഹം എവിടെയാണ് എന്ന്, അദ്ദേഹം ഡൽഹിയിലുണ്ടോന്ന് ജോർജ് പിന്നീട് പറയണം. അദ്ദേഹം നാഷണൽ പാർട്ടി, നാഷണൽ എന്ന് പറയാനായിട്ട് അതിൽ നല്ല തെല്ലൂർ ഡെമോക്രാറ്റിക് പാർട്ടി എന്നോ ഡെമോക്രസി അതിനകത്ത് ഉണ്ടോ എന്നുള്ളത് വേറെ കാര്യം. പക്ഷെ നാഷണൽ ഒരു രീതിയിലും പറയാൻ സാധിക്കില്ല, സംസ്ഥാനത്തെ ലെവലിലൊന്നും പറയാൻ സാധിക്കില്ല. അതുകൊണ്ട് ആ രീതിയിലൊന്നും കേരള കോൺഗ്രസിന് യാതൊരു ഭയവുമില്ല, UDFന് യാതൊരു ഭയവുമില്ല. ഇവരൊക്കെ പോകുമ്പോഴാണ് ഈ പാർട്ടിയും ഈ UDFും ശക്തിപ്പെടുന്നതെന്നാണ്. ശ്രീ ഫ്രാൻസിസ് ജോർജ് സാർ, റെഡിയാണോ? ശ്രീ ഫ്രാൻസിസ് ജോർജ്, ശ്രീ ജോണി നെല്ലൂർ മാത്രമല്ല, മറ്റു പല പ്രമുഖ നേതാക്കളും കേരള കോൺഗ്രസ് പോകാൻ ഒരുങ്ങി നിൽക്കുന്നു എന്ന വാർത്തയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. മാത്രമല്ല, കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് BJPക്ക് അനുകൂലമായിട്ടുള്ള ഒരു രാഷ്ട്രീയ കാലാവസ്ഥ രൂപവൽക്കരിക്കപ്പെടുന്നു. പ്രത്യേകിച്ച് ക്രൈസ്തവ സമൂഹങ്ങളുടെ അങ്ങനെ ഒരു ആശയങ്ങൾ വളരെ പോപ്പുലറൈസ്ഡ് ആകപ്പെടുന്ന ഒരു കാലഘട്ടവും ഒരു സമയത്തു കൂടിയാണ് ജോണി നെല്ലൂർ കേരള കോൺഗ്രസിന്റെ പുറത്തേക്ക് പോകുന്നത് എന്നുകൂടി ചേർത്ത് വായിക്കുമ്പോൾ, ഇനി വരുന്ന ഇലക്ഷനുകൾ, തിരഞ്ഞെടുപ്പുകളൊക്കെ നമ്മുടെ മുന്നിലേക്ക് വരുമ്പോൾ ഏത് ഘട്ടത്തിലെങ്കിലും ഇത് കേരള കോൺഗ്രസിനെ പ്രതിസന്ധിയിലാക്കേണ്ട ഒരു കാര്യമല്ല. കേരളം ജോണി നെല്ലൂർ ഒരു വ്യക്തി മാത്രമല്ല,
വലിയ ക്രൈസ്തവ വോട്ടുകൾ രൂപവൽക്കരിക്കപ്പെടുന്ന ഒരിടത്ത് നിന്ന് ഒരു വോട്ട് ചോർച്ച ഉണ്ടാകുന്നത് തീർച്ചയായിട്ടും അതിനെ എങ്ങനെയാണ് അങ്ങ് നോക്കിക്കാണുന്നത്? അങ്ങനെ ഒരു പ്രതിസന്ധിയെ അങ്ങ് കാണുന്നുണ്ടോ, അതോ അതൊരു കേവലം സാധാരണമായ ഒരു നയം അങ്ങനെ മാത്രമാണോ കാണുക? അല്ല, ഇതില് പ്രസ്താവന നമ്മൾ ശ്രദ്ധിച്ചാല് അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാലാണ് കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നത്. അതുപോലെ തന്നെ വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാൽ UDF-ൽ നിന്നും അദ്ദേഹം രാജിവെക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അപ്പൊ രാഷ്ട്രീയമായിട്ടുള്ള ചിന്തിച്ചുറച്ചുള്ള ഏതെങ്കിലും ഒരു നിലപാടിന്റെ അടിസ്ഥാനത്തിലല്ല, വ്യക്തിപരമായി അദ്ദേഹത്തിന് ചില ഒരുപക്ഷെ വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളോ എന്തെങ്കിലുമൊക്കെ തിരസ്കരിക്കപ്പെടുന്നതായിട്ട് തോന്നുകയോ ഒക്കെ ചെയ്തതിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം. എന്താണെന്ന് അദ്ദേഹം വിശദാംശങ്ങളൊന്നും വ്യക്തമാക്കിയിട്ടില്ല. അദ്ദേഹം പറഞ്ഞത് വ്യക്തിപരമായി എനിക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, അതുകൊണ്ട് ഞാൻ അതിൽ നിന്ന് രാജിവെക്കുന്നു എന്നാണ് പറഞ്ഞത്. അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരു വലിയ രാഷ്ട്രീയ പ്രതിസന്ധി ഒന്നും കേരള കോൺഗ്രസ് പാർട്ടിക്കോ അല്ലെങ്കിൽ ഐക്യജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിനോ ഉണ്ടാക്കുമെന്ന് ഞാൻ കരുതുന്നില്ല. ഇവിടെ പ്രശ്നം BJP നടത്തുന്ന ചില ശ്രമങ്ങളാണ്. BJPയെ സംബന്ധിച്ചിടത്തോളം 2024 തെരഞ്ഞെടുപ്പ് വരുന്നു, പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വരുന്നു. ആ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും ഈ തെന്നിന്ത്യൻ മേഖലയിൽ, സൗത്ത് ഇന്ത്യൻ, പ്രത്യേകിച്ച് കേരളം പോലൊരു സംസ്ഥാനത്ത് നടന്നിട്ടില്ല. ഒരു ഇമേജ് ഉണ്ടാക്കാനായിട്ട് ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനത്തും തങ്ങൾക്ക് വേരുകളുണ്ട്, അല്ലെങ്കിൽ സംവിധാനങ്ങളുണ്ട്, തങ്ങൾക്ക് സ്വാധീനമുണ്ട് എന്ന് സ്ഥാപിക്കാനുള്ള ഒരു ശ്രമത്തിന്റെ ഭാഗമായി ഒരുപക്ഷെ നമ്മുടെ രാജ്യത്തെ ഏറ്റവും കൂടുതൽ പൊളിറ്റിക്കലി കോൺഷ്യസ് ആയിട്ടുള്ള ജനവിഭാഗങ്ങളുള്ള കേരളത്തിൽ ഒന്ന് വേരുറപ്പിക്കാൻ പറ്റുമോ എന്നുള്ള ഒളിഞ്ഞും തെളിഞ്ഞുമുള്ള ശ്രമങ്ങൾ അവർ കുറെ കാലമായി തുടങ്ങി. അപ്പൊ കേരളത്തിൽ ഒരു കാര്യം വളരെ വ്യക്തമാണ്. കേരളത്തിൽ ക്രൈസ്തവ സമൂഹം, എല്ലാ വിഭാഗങ്ങളിലും പെട്ട ക്രൈസ്തവ സമൂഹം വളരെ ശക്തമാണ്. എല്ലാ അർത്ഥത്തിലും സാമൂഹ്യമായി, സാമ്പത്തികമായി, രാഷ്ട്രീയമായി ഒക്കെ വളരെ നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന ഒരു സമൂഹം എന്നുള്ള നിലയിൽ അതിൽ തന്നെ കത്തോലിക്ക സഭ വളരെ നിർണായകമാണ്. അപ്പൊ ആ സഭയുടെ ഒരു പിന്തുണ പിടിച്ചു പറ്റാൻ കഴിയുമോ എന്നൊക്കെയുള്ള ശ്രമങ്ങളാണ് BJP നടത്തുന്നത്. പക്ഷെ സഭയെ സംബന്ധിച്ചിടത്തോളം ശ്രീ ജോണി നെല്ലൂരോ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം പിന്തുണ പ്രഖ്യാപിച്ചുള്ള ശ്രീ മാത്യു സ്റ്റീഫനോ വ്യക്തിപരമായി പോകുന്നതുകൊണ്ടൊന്നും കത്തോലിക്ക സമൂഹത്തെയോ കത്തോലിക്ക സഭയോ ഒന്നും സ്വാധീനിക്കാൻ പോകുന്നില്ല. പക്ഷേ ശ്രീ ഫ്രാൻസിസ്, ഇവിടെ ഒരു പ്രശ്നം, ഭാരതീയ ക്രൈസ്തവ സംഗമം, അങ്ങനെ ഒരു സംഗമം 2022 സെപ്റ്റംബർ 18 അങ്ങനെ ഒരു സംഗമം നടക്കുന്നത്. കളമശ്ശേരി ആശിഷ് കൺവെൻഷൻ സെന്ററിലാണ് അങ്ങനെ ഒരു സംഗമം നടക്കുന്നത്. ആ സംഗമത്തിൽ വളരെ ആവേശകരമായി സംസാരിച്ച 2 വ്യക്തികളാണ്. അതിലൊന്ന് ശ്രീ ജോണി നെല്ലൂർ, 2 മാത്യു സ്റ്റീഫൻ. അപ്പോൾ അതിന്റെ ആ പ്രസ്ഥാനത്തിന്റെ തന്നെ അടിസ്ഥാന ലക്ഷ്യം തന്നെ BJPക്ക് അനുകൂലമായ ഒരു രാഷ്ട്രീയ കാലാവസ്ഥ രൂപവൽക്കരിക്കപ്പെടുന്നു എന്നൊരു വ്യാഖ്യാനം കൂടി ഈ ഘട്ടത്തിൽ ഓൾറെഡി ഉണ്ടായിരുന്നു, അന്ന് തന്നെ സെപ്റ്റംബർ മാസം മുതൽ തന്നെ. അപ്പൊ അതെല്ലാം ചേർത്ത് വായിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ തീരുമാനം വ്യക്തിപരമാണ് എന്ന് നമുക്ക് പറയുന്നത് അത് കേവലം ഒരു വിവാദം ഒഴിവാക്കാനുള്ള ഒരു പ്രസ്താവന മാത്രമായി കാണേണ്ടതിരിക്കുന്നു. കൃത്യമായി BJPയോടുള്ള ഒരു ചർച്ചയ്ക്ക് ശേഷം എടുത്ത തീരുമാനം എന്ന് തന്നെ നമുക്ക് കരുതുന്നതിൽ മറ്റൊരു ആവശ്യമില്ല, അല്ലെ? ഞാൻ പറയുന്നത് രാഷ്ട്രീയമായിട്ടുള്ള ഒരു നീക്കമാണ് അദ്ദേഹം നടത്തിയത് അല്ലെങ്കിൽ നടത്താൻ ഉദ്ദേശിച്ചതെങ്കിൽ അദ്ദേഹം തുറന്ന് പറയണമല്ലോ. അദ്ദേഹം ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ജനങ്ങളോട് പറയണമല്ലോ, ഇന്ന കാരണങ്ങളാൽ ഞാൻ BJPയുമായി അല്ലെങ്കിൽ BJP നേതൃത്വം കൊടുക്കുന്ന NDAയുമായി ചേർന്ന് പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്നു, അതിന് ഇന്നതാണ് കാരണങ്ങൾ എന്ന് അദ്ദേഹം പറയാത്തിടത്തോളം കാലം നമുക്കതിനെ കുറിച്ച് അങ്ങനെ മുൻകൂട്ടി നമ്മൾ അതാണ് എന്ന് പറയേണ്ടതായിട്ടില്ല. ഇവിടെ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം ഇത് കേരളത്തിൽ മാത്രം തങ്ങളുടെ താല്പര്യങ്ങൾ എന്നുള്ള രീതിയിൽ കാണാനും കഴിയില്ല. ഇന്ത്യ ഒട്ടാകെ ക്രൈസ്തവ വിഭാഗങ്ങളുണ്ട്, കത്തോലിക്ക സഭയും ഇന്ത്യ ഒട്ടാകെ ഉണ്ട്. സഭയുടെ തന്നെ പല പല വിഭാഗങ്ങൾ, അതായത് സന്യാസ സമൂഹങ്ങളൊക്കെ പല സംസ്ഥാനങ്ങളിൽ പ്രവർത്തിക്കുന്നുണ്ട്. അപ്പൊ സഭയെ സംബന്ധിച്ചിടത്തോളം ഓൾ ഇന്ത്യ ലെവലിൽ, അഖിലേന്ത്യാ തലത്തിൽ എന്താണ് നിലപാട് എന്നുകൂടി ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് പ്രാദേശികമായിട്ടുള്ള ചില പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കാർഷിക പ്രശ്നങ്ങളുണ്ട്, അതുപോലെ തന്നെ മറ്റു വിദ്യാഭ്യാസ രംഗത്ത് സംവരണത്തിന്റെ കാര്യത്തിൽ ഒക്കെ സഭയ്ക്ക് ഒട്ടേറെ ആശങ്കകളുണ്ട്. ആ ആശങ്കകളോടൊപ്പം തന്നെ അതിന്റെ പ്രാധാന്യം ഞാൻ കുറച്ച് കാണുകയല്ല. പക്ഷെ കത്തോലിക്ക സഭ പോലുള്ള ഒരു ആഗോള ഒരു പ്രസ്ഥാനം, അതിന് ചില മൂല്യങ്ങളുണ്ടല്ലോ, ചില അടിസ്ഥാന തത്വങ്ങളുണ്ട്. ആ മൂല്യങ്ങളും അടിസ്ഥാന തത്വങ്ങളും വിട്ടുകൊണ്ടുള്ള ഒരു നിലപാട് അത് പൊതുരംഗത്താണെങ്കിലും മറ്റേത് രംഗത്താണെങ്കിലും സഭയ്ക്ക് സ്വീകരിക്കാൻ കഴിയുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. BJP പ്രതിനിധാനം ചെയ്യുന്ന ഈ പറയുന്ന BJP എന്ന് പറയുമ്പോൾ അവരെ നിയന്ത്രിക്കുന്നത് ആരാണ്? RSS, സംഘ് പരിവാർ തുടങ്ങിയ വളരെ ഒരു രഹസ്യാത്മക രീതിയിൽ പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളാണ് വാസ്തവത്തിൽ BJPയുടെ പിന്നിലെ ശക്തിയും അവയുടെ എല്ലാ തരത്തിലുമുള്ള നിയന്ത്രണവും നടത്തുന്നത്.
അപ്പൊ അവരുടെ അടിസ്ഥാന നിലപാടുകൾ എന്താണെന്ന് ഇതിനോടകം വ്യക്തമാക്കിയിട്ടുണ്ട്. വർഷങ്ങളായി അവരെടുക്കുന്ന നിലപാട്, പ്രത്യേകിച്ച് രാജ്യത്തെ മതന്യൂനപക്ഷങ്ങളോട്, ക്രൈസ്തവ ന്യൂനപക്ഷമാണെങ്കിലും മുസ്ലിം ന്യൂനപക്ഷമാണെങ്കിലും അല്ലെങ്കിൽ മറ്റേത് ന്യൂനപക്ഷമാണെങ്കിലും ന്യൂനപക്ഷങ്ങൾക്ക് ഈ രാജ്യത്തെ കാര്യമായ അവകാശങ്ങളൊന്നുമില്ല എന്നുള്ള നിലപാട് അത് വളരെ മറനീക്കി വളരെ പരസ്യമായി സ്വീകരിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം എന്നുള്ള നിലയിൽ, അതല്ലെങ്കിൽ അവരെ നിയന്ത്രിക്കുന്ന പ്രസ്ഥാനങ്ങൾ അങ്ങനെ ഒരു നിലപാട് സ്വീകരിച്ചിട്ടുള്ള നിലയിൽ അവരുമായി ചേർന്ന് പോവുക എന്ന് പറയുന്നത് ഒരു എന്താ പറയുക, ജനാധിപത്യ ബോധമുള്ള മതേതരത്വ തത്വങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിനും അതെങ്കിലും ഒരു പൊതുപ്രവർത്തകനും ആ നിലപാട് സ്വീകരിച്ച് മുന്നോട്ട് പോകാനായിട്ട് കഴിയില്ല. തീർച്ചയായും ഞാൻ തിരിച്ചു വരാം. വളരെ പ്രധാനപ്പെട്ട പോയിന്റ്. ശ്രീ ജോർജ് കള്ളിവെളിയിൽ, അങ്ങ് എത്രയോ വർഷമായി കേരളത്തിലെ രാഷ്ട്രീയത്തെ, ഇന്ത്യയുടെ രാഷ്ട്രീയത്തെ നിരീക്ഷിക്കുന്ന ഒരാളാണ്. എനിക്ക് ഉറപ്പുണ്ട് അങ്ങ് ഈ വിഷയത്തെ വളരെ കൃത്യമായി ഫോളോ ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ്. ഇവിടെ നമ്മൾ കണ്ടു ബിഷപ്പുമാരുടെ പ്രസ്താവന, മെത്രാന്മാർ പല ഘട്ടങ്ങളിൽ BJPക്ക് അനുകൂലമെന്ന് വ്യാഖ്യാനിക്കാവുന്ന പ്രസ്താവനകൾ പലവട്ടം നമ്മൾ കാണുന്നു. ഈസ്റ്റർ ഡിപ്ലോമസി എന്ന് പറയാവുന്ന രീതിയിൽ ശ്രീ നരേന്ദ്രമോദി ഡൽഹിയിലെ സേക്രഡ് ഹാർട്ട്സ് കത്തീഡ്രലിൽ അദ്ദേഹം പ്രാർത്ഥിക്കുന്നു. അദ്ദേഹം ചർച്ചിൽ അദ്ദേഹം വളരെ താല്പര്യത്തോടെ പള്ളി സന്ദർശിക്കുന്നു. അതേ തുടർന്ന് നമ്മൾ വലിയ ചർച്ചകൾ, അഭിവന്ധ്യ പിതാക്കന്മാരുടെ ഭാഗത്തു നിന്ന് വരെ ഉള്ള വലിയ പ്രസ്താവനകൾ നമ്മൾ വരുന്നു. അതിന്റെ എല്ലാം ഒരു ക്ലൈമാക്സിലേക്കൊന്നും എത്തിയിട്ടില്ല കാര്യങ്ങൾ. വലിയ വാർത്തകൾ വരാൻ പോകുന്നു എന്നുള്ളതാണ് രാഷ്ട്രീയ കേന്ദ്രങ്ങൾ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. എന്നിരുന്നാലും ഇവിടെ ശ്രീ ജോണി നെല്ലൂരിന്റെ ഒരു ചാഞ്ചാട്ടം, BJP അനുകൂലമായ ഒരു രാഷ്ട്രീയ പാർട്ടി രൂപവൽക്കരിക്കാൻ പോകുന്നു, ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഒരു സെറ്റ് ചെയ്തൊരു പ്ലാൻ, ആ പ്ലാനിന്റെ ABCD നടപ്പാക്കുന്നു, അങ്ങനെ നമുക്ക് കാണേണ്ടതുണ്ടോ? അങ്ങനെ കാണാമോ? ഇത് വളരെ കൃത്യമായ, വളരെ ദീർഘകാലത്തെ കൂടിയാലോചനകൾക്കും തന്ത്രപരമായ ചില നീക്കങ്ങൾക്കും ശേഷമാണ് ഇപ്പോൾ രാജികൾ തുടങ്ങിയിരിക്കുന്നത്. നമുക്കറിയാം, മറ്റ് ചില വ്യക്തിപരമായ കാരണങ്ങൾ കൊണ്ടായിരിക്കാം വിക്ടർ ടി തോമസ് കഴിഞ്ഞ ദിവസം പത്തനംതിട്ട ജില്ലാ പ്രസിഡന്റ് രാജിവെച്ചു. അത് കഴിഞ്ഞ് ജോണി നെല്ലൂർ ഇന്നലെ രാജിവെച്ചു. ഇന്നിനി മാത്യു സ്റ്റീഫൻ രാജിവെച്ചു. ഇനി കൂടുതൽ ആൾക്കാർ വരും എന്ന കാര്യത്തിലൊരു സംശയവും വേണ്ട. എനിക്കറിയാം ആരൊക്കെയാണ്. കാരണം ഇത് വളരെ നേരത്തെ 8-10 വർഷം മുമ്പ് തുടങ്ങി KM മാണി അധ്യക്ഷനായി ഒരു സംയുക്ത കേരള കോൺഗ്രസ് ഉണ്ടാക്കാൻ നടത്തിയ നീക്കങ്ങൾ, അത് കഴിഞ്ഞ് അത് നടക്കാതെ പോയി. മാണി സാറ് മരിച്ചും പോയി. അത് ആ ഒരു കരാർ വരെ ഒപ്പിട്ടു എന്നതാണ് സത്യം. ആ കരാറില് ശ്രീ KM മാണിയും ശ്രീ PJ ജോസഫും ശ്രീ ജോസ് കെ മാണിയും അടക്കമുള്ളവർ ഒപ്പുവെക്കുകയും ചെയ്തതാണ്. അല്ല, ജോസ് കെ മാണിയും യോഗത്തിൽ പങ്കെടുത്തിരുന്നു, ജോണി നെല്ലൂരും അടക്കമുള്ളവർ അവിടെ ഉണ്ടായിരുന്നു. അപ്പോ ഈ കരാർ പക്ഷെ നടക്കാതെ പോയി. അത് കഴിഞ്ഞ് മാണി സാറ് മരിച്ചും പോയി. പക്ഷെ ഈ നീക്കത്തിന് പിന്നിലുള്ള ചില ആളുകൾ, അന്ന് കേരള കോൺഗ്രസുകളും കർഷക സംഘടനകളും എന്ന ആശയം ഉയർത്തിക്കൊണ്ടായിരുന്നു ഇത് കൊണ്ടുവന്നത്. അത് നടക്കാതെ പോയപ്പോഴാണ് ഇപ്പോൾ പുതിയ ആശയം. ഇത് കോൺഗ്രസിലും കേരള കോൺഗ്രസുകളിലും മറ്റ് കർഷക സംഘടനകളിലും മറ്റു പാർട്ടികളിലും ഉള്ളവരെ എല്ലാം സംയോജിപ്പിക്കുക. ഇതിനകത്ത് നമുക്കറിയാം, കാഞ്ഞിരപ്പള്ളി മുൻ MLAയും കേരള കോൺഗ്രസിന്റെ മുൻ ചെയർമാനുമായിരുന്ന ശ്രീ ജോർജ് മാത്യു ഈ നീക്കത്തിന്റെ നെടുനായകത്വം വഹിക്കുന്നത്. അതെല്ലാവർക്കും അറിയാം. ഈ ജോർജ് മാത്യു മാത്രമല്ല, നമുക്കറിയാം ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അംഗമായിരുന്ന BJPയുടെ പ്രതിനിധിയായി ന്യൂനപക്ഷ കമ്മീഷൻ അംഗമായിരുന്ന ശ്രീ VV അഗസ്റ്റിൻ, പിന്നീട് അദ്ദേഹം കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രസിഡന്റുമായിട്ടുണ്ട്. ഈ VV അഗസ്റ്റിനും ഈ നീക്കത്തില് നിർണായകമായ പങ്ക് വഹിക്കുന്നുണ്ട്. അതോടൊപ്പം 2 തവണ ശ്രീ VV അഗസ്റ്റിനും ശ്രീ ജോണി നെല്ലൂരും ശ്രീ മാത്യു സ്റ്റീഫനും കൂടെ ഡൽഹിയിൽ വരികയും പ്രധാനപ്പെട്ട ആളുകളുമായി രഹസ്യമായി കൂടിക്കാഴ്ച നടത്തുകയും, ഞാൻ പരസ്യമായി എന്ന് പറയുന്നില്ല, കാരണം അവരെ ഡൽഹിയിൽ നേരിട്ട് കണ്ട എന്നോട് പോലും ഇക്കാര്യം പറഞ്ഞിരുന്നില്ല. അപ്പോ ഇതിനല്ല വന്നതെന്നും കൂടെ പറഞ്ഞു, ചിലർ വന്നില്ല എന്നും കൂടെ പറഞ്ഞു. പക്ഷെ അവരേറെയാണ് കാണുന്നതെന്ന് കഴിഞ്ഞ 10-33 കൊല്ലമായി പത്രപ്രവർത്തനം നടത്തുന്ന നമുക്ക് കൃത്യമായി അറിയാൻ കഴിയും. ഈ നീക്കങ്ങൾ ഇതാരൊക്കെയാണ്. ഇത് വലിയൊരു നീക്കമാണ്. അവര് ഇത് എന്തുമാത്രം അഫക്റ്റ് ചെയ്യും എന്നതും ഇതിന് എന്തെങ്കിലും ഇമ്പാക്ട് ഉണ്ടാക്കാൻ കഴിയുമോ എന്നൊക്കെ അവർ പാർട്ടി പോലും പ്രഖ്യാപിച്ചിട്ടില്ല. നാഷണൽ പ്രോഗ്രസീവ് പാർട്ടി എന്നൊരു പാർട്ടി പ്രഖ്യാപിക്കുമെന്ന് കേൾക്കുന്നു. അതെല്ലാം നമുക്കറിയാം. ഇത്തരം ആലോചനകൾ നടക്കുന്നു. ആ ആലോചനയിലേക്ക് ഇനിയും കൂടുതൽ പേരുകൾ കേൾക്കുന്നുണ്ട്. ഞാൻ അവരൊന്നും രാജിവെക്കാത്തതുകൊണ്ട് ആ പേരുകൾ പറയാത്തതാണ്. കാരണം അവരുടെ പാർട്ടിക്കകത്ത് അവർക്കൊരു പ്രശ്നം ഉണ്ടാവണ്ട. നമ്മുടെ സുഹൃത്തുക്കളാണല്ലോ എല്ലാവരും. പ്രമുഖ നേതാക്കളെയൊക്കെ പ്രതീക്ഷിക്കാം. പ്രമുഖ നേതാക്കളെയൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാം. പക്ഷേ ഇവരെല്ലാം
ഇതിനെക്കുറിച്ചുള്ള ഒരു പോസിറ്റീവ് കാഴ്ചപ്പാട് അവിടെ നിൽക്കട്ടെ. ഇതിനൊരു വലിയ നെഗറ്റീവ് കാഴ്ചപ്പാടുമുണ്ട്. കാരണം ഇവരെല്ലാം ഒന്നെങ്കിൽ MP സ്ഥാനം അല്ലെ MLA സ്ഥാനത്ത് തോറ്റ് രാഷ്ട്രീയത്തിൽ ഏതാണ്ട് അപ്രസക്തമാകുകയും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ആളുകളുടെ ഒരു കൂട്ടായ്മയാണ് ഇപ്പോൾ ഇതിന് നേതൃത്വം നൽകുന്നത്. ഇതിനകത്തല്ലാത്തവരുമുണ്ട്. കാരണം ചില രാഷ്ട്രീയമില്ലാത്തവരുണ്ട്, ചില കർഷക സംഘടനാ നേതാക്കളുണ്ട്, ചില വലിയ കുടുംബങ്ങളെ പ്രതികരിക്കുന്നവരുണ്ട്. അവര് എന്നോട് പറഞ്ഞത് ശരിയാണെങ്കിൽ ശ്രീ PJ ജോസഫും അവരോടൊപ്പം കൂടും എന്നാണ് അവർ പറയുന്നത്. അപ്പൊ ഞാൻ അന്നേരം ചോദിച്ചു, PJ ജോസഫ് കൂടിയാൽ PJ ജോസഫിനോടൊപ്പം മോൻസ് ജോസഫും ജോയി എബ്രാഹിം പോലുള്ളവരുണ്ടാകുമോ? അത് ഫ്രാൻസിസ് ജോർജ് ഇവിടെ ഇരിക്കുമ്പോൾ അദ്ദേഹത്തെ കുറിച്ച് മറുപടി പറയട്ടെ, ഞാൻ അതേക്കുറിച്ച് പറയുന്നില്ല. തീർച്ചയായിട്ടും ഇതായത് ഇത്തരം ജോസ് കെ മാണി ചേരുമോ എന്ന് ഞാൻ ഇവരോട് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ജോസ് കെ മാണിയെ ഞങ്ങൾ ഇതിനകത്ത് കൊണ്ടുവരുമെന്നാണ് അവർ അവകാശപ്പെടുന്നത്. പക്ഷേ ജോസ് കെ മാണി ഇപ്പോഴത്തെ നിലയിൽ ജോസ് കെ മാണിയുടെ കേരള കോൺഗ്രസ് ഇതിലേക്ക് പോകുന്ന ഒരു സാധ്യതയും ഞാൻ കാണുന്നില്ല. പക്ഷേ ഇതൊക്കെ രാഷ്ട്രീയത്തില് എന്തുമാത്രം ബലവത്താകും. ആം ആദ്മി പാർട്ടി രൂപീകരിച്ചതുപോലെ ഞങ്ങൾ ദേശീയ തലത്തില് പ്രത്യേകിച്ച് നേതാക്കളൊന്നുമില്ല, ഞങ്ങൾ എല്ലാവരും നേതാക്കളാണ്, അല്ലെങ്കിൽ ഇത് ജനങ്ങൾ തീരുമാനിക്കും ആരാണ് സ്ഥാനാർത്ഥിയാകേണ്ടത് എന്നൊക്കെ പറഞ്ഞുള്ള വലിയ ആശയങ്ങളൊക്കെ കൊണ്ട് ഒരു ഭരണഘടനയൊക്കെ അവർ തയ്യാറാക്കിയിട്ടുണ്ട്. വലിയ ചർച്ചകൾക്ക് ശേഷമാണ് ഈ ഭരണഘടനയൊക്കെ തയ്യാറാക്കിയിരിക്കുന്നത്. ഇതുവരെ പക്ഷെ പാർട്ടി പ്രഖ്യാപിച്ചിട്ടില്ല. അതുകൊണ്ട് തന്നെ ഇവര് BJP-യിലേക്ക് പോകുമെന്നതും ഒരു അഭ്യൂഹമാണ്. പക്ഷേ ഇപ്പോൾ BJP എന്നോ ക്രൈസ്തവ പാർട്ടി എന്നോ പോലും അവര് പറയാൻ ആഗ്രഹിക്കുന്നില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ തനിനിറം പുറത്തു പറയട്ടെ, അത് കഴിഞ്ഞല്ലേ നമുക്ക് ഇതേക്കുറിച്ച് കൂടുതൽ വിഷമിക്കേണ്ടതുള്ളൂ. എന്തായാലും കേരള കോൺഗ്രസ് ജോസഫ് ഗ്രൂപ്പിന് ആണ് ഇത്തവണ. ഇവരൊന്നും ആരും ശ്രീ MP ജോസഫ് പറയുന്ന പോലെ ഒരു വില ഇല്ലെങ്കിൽ ഇവരെ എന്തിനാണ് ഡെപ്യൂട്ടി സെക്രട്ടറി ആയിട്ട് വെച്ചത്, ഇവരെ എന്തിനാണ് വൈസ് പ്രസിഡന്റ് ആയിട്ട് വെച്ചത്, വൈസ് ചെയർമാൻ, അങ്ങനെ സ്ഥാനങ്ങൾ കൊടുത്ത് ഇവരെ പാർട്ടിയിലേക്ക് കൊണ്ടുവന്നവര് തന്നെ അതിന് ഉത്തരം പറയേണ്ടതുണ്ട്. തീർച്ചയായും വളരെ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം, പ്രധാനപ്പെട്ട ഒരു ചിന്തയാണ് ശ്രീ ജോർജ് കൽവിൽ പങ്കുവച്ചത്. ശ്രീ PJ ജോസഫ് ഉൾപ്പെടെയുള്ള നേതാക്കളുടെ പേരുകൾ പോലും ഈ ചർച്ചയിലേക്ക് വരുന്ന ഘട്ടത്തിൽ വളരെ കൃത്യമായ രാഷ്ട്രീയ അജണ്ടകൾ, രാഷ്ട്രീയ പ്ലാനിങ്ങുകളുടെ ഒരു പ്രതിഫലനമാണ് എന്ന് വേണം ഈ ഘട്ടത്തിൽ നമുക്ക് ഈ നീക്കത്തെ മനസ്സിലാക്കുവാൻ. കത്തോലിക്ക കോൺഗ്രസിന്റെ അഭിപ്രായം ശ്രീ ജോസൂട്ടി ഒഴികയിൽ, ഡോക്ടർ ജോസൂട്ടി ഒഴികയിൽ നമ്മുടെ കൂടെ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നു. ശ്രീ ജോസൂട്ടി ഒഴികയിൽ അങ്ങയുടെ ശ്രീ കത്തോലിക്ക കോൺഗ്രസ് കാലങ്ങളായി ആവശ്യപ്പെടുക, കത്തോലിക്ക കോൺഗ്രസ് മാത്രമല്ല കേരളത്തിലെ ക്രൈസ്തവ സംഘടനകളെല്ലാം കാലങ്ങളായി പറയുന്ന ഒരു സങ്കേതമാണ്, മുന്നോട്ട് വെക്കുന്ന ആശങ്കകൾ വളരെ വലുതാണ്. അത് സംവരണത്തിന്റെ വിഷയമായി ആയിക്കോട്ടെ, കത്തോലിക്ക സഭയിലെ ഇടയന്മാർക്കെതിരെ നടക്കുന്ന ചില നീക്കങ്ങളായിരിക്കോട്ടെ, അതിന് ചില രാഷ്ട്രീയ പാർട്ടികൾ നൽകുന്ന പ്രാധാന്യമായിക്കോട്ടെ, അല്ലെങ്കിൽ കത്തോലിക്ക സഭയ്ക്കെതിരെ വലിയ സംഘടിതമായ ആക്രമണങ്ങൾ അല്ലെങ്കിൽ സംഘടിതമായിട്ടുള്ള നീക്കങ്ങൾ ഇടതുപക്ഷവും വലതുപക്ഷവും നടത്തുന്നുണ്ട് എന്ന നിലപാടാണ് എല്ലാ കാലത്തും എപ്പോഴും ഇവിടെ പങ്കുവെക്കപ്പെടുക ഇത്തരം ഫോറങ്ങളിൽ. എന്നാൽ സമീപ നാളുകളിൽ BJP-ക്ക് അനുകൂലമായ ഒരു ശബ്ദം നമ്മൾ കേൾക്കുന്നുമുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശബ്ദം വന്നത് തന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കർഷക ജാഥയുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ ആ ശബ്ദം കേട്ടതും. അങ്ങനെ ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഒരു വശത്ത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹം ഒരു ആശങ്ക പങ്കുവെക്കുന്നു, മറുവശത്ത് ക്രൈസ്തവ സമൂഹത്തിന്റെ വലിയ പിന്തുണ കൂടി വന്ന രാഷ്ട്രീയ പാർട്ടിയിലെ ഒരു പ്രധാനപ്പെട്ട നേതാവ് ആ രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് രാജിവെക്കുന്നു. ആ രാജിവെക്കുന്നതിന് ശേഷം അദ്ദേഹം ഇവിടെ BJP-ക്ക്, അതായത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ വലിയ സാധ്യതയുണ്ട് എന്ന് ക്രൈസ്തവ നേതാക്കൾ തന്നെ ഉയർത്തിക്കാട്ടുന്ന ഒരു പാർട്ടിയിലേക്ക് ആളുകൾ പോകുന്നു. ഇത് മൂന്നും ചേർത്ത് വായിക്കുമ്പോൾ കൃത്യമായ ഒരു ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്കകൾ കേട്ടുകൊണ്ട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒരു സമൂഹം രൂപം കൊടുക്കുന്നു എന്നാണോ നമ്മൾ കരുതേണ്ടത്? അതോ കൃത്യമായ തന്ത്രത്തോടെ ക്രൈസ്തവ വോട്ടുകളെ അത് പാട്ടിലാക്കാനുള്ള രാഷ്ട്രീയ തന്ത്രമായിട്ടാണോ നമ്മൾ ഇതിനെ കാണേണ്ടത്? എങ്ങനെയാണ് അങ്ങ് ഇതിനെ കാണുന്നത്? ഇത് വളരെ പ്രത്യേകമായ ഒരു വിഷയമാണ്. ഒന്നാമത് പറയാനുള്ളത്, കത്തോലിക്ക കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് അത്രയ്ക്ക് വലിയ ഒരു വിഷയമായ ഞങ്ങളുടെ ചർച്ചയിൽപ്പെടുന്ന ഗൗരവമായ ഒരു വിഷയമല്ല ജോണി നെല്ലൂരോ മാത്യു സ്റ്റീഫനോ കേരള കോൺഗ്രസ് വിടുന്നു എന്നത്. കാരണം അതൊക്കെ അവരവരുടെ വ്യക്തിപരമായ രാഷ്ട്രീയ താല്പര്യങ്ങളുടെയും കാഴ്ചപ്പാടുകളുടെയും പ്രശ്നം. അടിസ്ഥാനപരമായി രാഷ്ട്രീയത്തിന് ലക്ഷ്യങ്ങളുണ്ട്. ഒന്നാമത് അത് അവസരങ്ങളുടെ ഒരു മേഖലയാണ്. അവസരങ്ങൾ ലഭ്യമാകുമ്പോൾ ആ അവസരത്തിനനുസരിച്ച് മുന്നോട്ട് പോകണം. അതിൽ ഭരണത്തിന്റെ പങ്കാളിത്തം, അധികാരത്തിന്റെ പങ്കാളിത്തം എല്ലാം രാഷ്ട്രീയത്തിൽ പ്രവർത്തിക്കുന്നവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെ അവസരങ്ങൾ തേടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ആളുകൾ
കൂടുതൽ മെച്ചപ്പെട്ട അവസരങ്ങൾക്ക് വേണ്ടി നിലപാടുകൾ മാറ്റുകയും അല്ലെങ്കിൽ സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നുകൊണ്ടെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് മറ്റു നിലപാടുകൾ ഉള്ളവരുമായി ചേരുകയും ഒക്കെ ചെയ്യുന്നത് നമ്മുടെ ഈ രാഷ്ട്രീയത്തിനകത്ത് നമ്മൾ കാണുന്നതാണ്. കഴിഞ്ഞ ഏതാനും വർഷങ്ങളിലെ ചരിത്രം വെച്ച് വെച്ചാൽ അത്തരത്തിലുള്ള നൂറുകണക്കിന് ഉദാഹരണങ്ങൾ നമുക്ക് കാണാനായിട്ട് വരും. വ്യവസ്ഥാപിതമായി പ്രഖ്യാപിക്കപ്പെട്ട നിലപാടുകൾക്ക് വിരുദ്ധമായിട്ടുള്ള പാർട്ടികളോടും മുന്നണികളോടും ഒക്കെ ഈ അധികാരം പങ്കിടുന്നതിന് വേണ്ടി യോജിക്കുക എന്നുള്ളത് നമ്മൾ കാണുന്ന കാര്യമാണ്. അത് ഒരു വിശാലമായ തലത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടി ഒന്നടക്കം പോകുന്നതാകാം. അതിന്റെ അല്പം കൂടെ ചെറിയ തലത്തിൽ ഒരു രാഷ്ട്രീയ പാർട്ടിയിൽ ഏതാനും പേരുകൾ ഒന്നിച്ച് വേറൊരു നിലപാടിലേക്ക് പോകുന്നതാകാം. അതിന്റെ ഏറ്റവും താഴത്തെ തട്ടിൽ ഒരാൾ ഒറ്റയ്ക്ക് കൂടുതൽ മെച്ചപ്പെട്ട സാഹചര്യം നേടി സ്വന്തം പാർട്ടി വിട്ട് വേറെ പാർട്ടിയിലേക്ക് പോകുന്നതാകാം. ഇതൊക്കെ അവരവരുടെ രാഷ്ട്രീയ അവസരവാദമായ സമീപനത്തിന്റെ കാര്യങ്ങൾ തന്നെയാണ്. പിന്നെ കത്തോലിക്ക കോൺഗ്രസിന്റെ വേദിയിൽ വെച്ചാണ് പാമ്പളാനി പിതാവ് കഴിഞ്ഞ ദിവസം വളരെ ശക്തമായി പറഞ്ഞത്, റബ്ബറിന് 300 രൂപ കിട്ടിയാൽ കേരളത്തിൽ BJPക്ക് ഒരു MP ഇല്ല എന്ന കുറവ് പരിഹരിക്കുന്ന കാര്യത്തിൽ നമുക്ക് സഹായിക്കാൻ പറ്റും, നമുക്ക് സഹായിക്കാം എന്ന് പറഞ്ഞു. അത് വളരെ കൃത്യമായ കാഴ്ചപ്പാടോടുകൂടി തന്നെ പറഞ്ഞതാണ്. കാരണം ഇവിടെ മാറി മാറി ഭരിച്ചുകൊണ്ടിരിക്കുന്ന ഇടത് വലത് മുന്നണികളോട് കേരളത്തിലെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ നിരവധി തവണ നമ്മൾ പല തരങ്ങളിലൂടെ, അതായത് നേരിട്ടും സമരമാർഗത്തിലൂടെയും അല്ലാതെയും ഒക്കെ അവതരിപ്പിച്ചിട്ടുണ്ട്. ആ നിവേദനങ്ങളിലൂടെയും അതുപോലെ തന്നെ ശക്തമായ സമരങ്ങളിലൂടെയും പിന്നെ ഔപചാരികമായും അനൗപചാരികമായും നടത്തുന്ന കൂടിക്കാഴ്ചകളിലൂടെയും ഒക്കെ നമ്മൾ ഇത്തരം വിഷയങ്ങൾ അവിടെ അവതരിപ്പിച്ചിട്ടുണ്ട്. പക്ഷേ അടിസ്ഥാനപരമായ വിഷയങ്ങൾ വരുമ്പോൾ പ്രത്യേകിച്ച് കത്തോലിക്ക സമുദായത്തെ സംബന്ധിച്ചിടത്തോളം അതിന്റെ കൂടുതൽ ആളുകളും അതിലെ സാധാരണക്കാരായ കൂടുതൽ ആളുകളും കർഷകരാണ്. അതിനകത്തുള്ള കർഷകരല്ലാത്ത ഉയർന്ന നിലയിലുള്ള ആളുകളുണ്ട്. അവരെല്ലാം അതിലെ സാധാരണക്കാരായ ബഹുഭൂരിപക്ഷം ആളുകൾ കൃഷിയുമായി നേരിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നവരാണ്. ഒന്നെങ്കിൽ അവർ കൃഷി ചെയ്യുന്നു, അല്ലെങ്കിൽ അവർ കാർഷിക മേഖലയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും. അപ്പൊ അങ്ങനെ വരുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരോടൊപ്പം കേരളത്തിലെ ധാരാളം സാധാരണക്കാരും ഇന്ന് വളരെ കടുത്ത പ്രതിസന്ധിയിലാണ്. അതായത് ഈ പ്രതിസന്ധികളെ ചർച്ച ചെയ്യാനോ അല്ലെങ്കിൽ ഈ പ്രതിസന്ധികൾ ഒരു പ്രശ്നമാണ്, ഒരു പ്രതിസന്ധിയാണെന്ന് വിളിച്ചു പറയാനോ കേരളത്തിലെ ഇടത് വലത് പാർട്ടികൾക്ക് കാര്യമായി സാധിക്കുന്നില്ല എന്നാണ് അങ്ങ് പറയാൻ ശ്രമിക്കുന്നത്, അല്ലേ? അല്ല, അവരത് വിളിച്ചു പറയുന്നുണ്ട്. അവര് പറയുന്നുണ്ട് സഹായിക്കുമെന്ന് പറയുന്നുണ്ട്. പക്ഷെ ചെയ്യുന്നത് എന്താണ്? അവര് സഹായിക്കുന്നില്ല. അവര് റബ്ബറിന് 500 രൂപ മാസം ഒരു വർഷം അവര് വികസന ഫണ്ടിലേക്ക് കൊടുക്കുമെന്ന് പറയുന്നു. കൊടുക്കുമ്പോൾ അത് 200-250 കാണുള്ളൂ. ഇടുക്കി അതുപോലെ തന്നെ വയനാട് കാസർഗോഡ് പാക്കേജുകൾക്ക് വേണ്ടി അവർ 1000 കോടി രൂപയുടെ തുക മാറ്റി വെക്കും. പക്ഷെ നടപ്പാക്കി കഴിയുമ്പോൾ 50-60 ഒക്കെ അതിൻ്റെ അകത്ത് ഉണ്ടാവുകയുള്ളൂ. ഇതാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോ നമ്മള് വന്യജീവി ആക്രമണത്തിന് പരിഹാരം ഉണ്ടാക്കാമെന്ന് പറഞ്ഞു. ബഡ്ജറ്റ് വന്നു കഴിഞ്ഞപ്പോൾ വെറും 50 കോടിയാണ് അതിൻ്റെ അകത്ത് പരിഹാരമായിട്ട് വന്നിരിക്കുന്നത്. അപ്പൊ പറച്ചിലേ ഉള്ളൂ, കാര്യത്തിലേക്ക് വരുന്നില്ല. ഇവിടെ കേരള കോൺഗ്രസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട്. അവരൊക്കെ ഇവിടെ കേൾക്കുന്നുമുണ്ട്. അങ്ങനെ പറയുമ്പോൾ അങ്ങ് കേരള കോൺഗ്രസും ഇത്തരത്തിലുള്ള കർഷകർക്ക് അനുകൂലമായ നിലപാട് എന്ന് തന്നെയാണ് അങ്ങ് ആരോപിക്കുന്നത്, അല്ലെ? കർഷകരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഭയപ്പെടുന്നത് ചില നിലപാടുകളൊക്കെ എടുത്തിട്ടുണ്ട്. ഇപ്പൊ കേരള കോൺഗ്രസ് KM മാണി സാറ് കേരളത്തിലെ കൃഷിക്കാർക്ക് വേണ്ടി ചെയ്തിട്ടുള്ള കാര്യങ്ങൾ ഒന്നും മറക്കുന്നില്ല. ഫണ്ട് കൊണ്ടുവന്ന അദ്ദേഹമാണ്. അദ്ദേഹത്തിന്റെ കാലം കഴിഞ്ഞു. പിന്നോട്ട് വന്നിട്ടുള്ള ആളുകൾ കാലികമായി അതിന്റെ പരിഷ്കരണം നടത്തുന്നതിനോ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ വെല്ലുവിളികളെ നേരിടാനുള്ള പരിഹാര മാർഗം കണ്ടെത്തുന്നതിൽ അവർ ഒന്നും ചെയ്യുന്നില്ല. അതാണ് അതിന്റെ പ്രശ്നം. ഇപ്പോ റബ്ബർ നെല്ല് 6 മാസം മുമ്പ് കൊടുത്ത നെല്ല് അത് കുത്തി അരിയാക്കി അത് ആളുകൾ ഭക്ഷിച്ചു കഴിഞ്ഞു. അതിന്റെ പൈസയും എല്ലാവർക്കും കിട്ടി, ഗവൺമെന്റ് കിട്ടി, അല്ലെങ്കിൽ അത് സിവിൽ സപ്ലൈസ് കോർപ്പറേഷന് കിട്ടുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ ആ പൈസ ഇപ്പോഴും കൃഷിക്കാർക്ക് കൊടുക്കണമെങ്കിൽ അതിന് അവര് കേരള ബാങ്കിൽ ചെന്ന് അക്കൗണ്ട് എടുത്ത് അവിടുന്ന് ലോണിനുള്ള എല്ലാ പേപ്പറുകളും ഒപ്പിട്ട് കൊടുത്തിട്ട് വേണം അവർക്ക് പൈസ കിട്ടണമെങ്കിൽ. അപ്പൊ ഇത്തരത്തിലുള്ള മനുഷ്യത്വരഹിതമായ അതുപോലെ യാതൊരു യുക്തി ചേരാത്തതായിട്ടുള്ള നടപടികളാണ് പലപ്പോഴും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ തിരിച്ചു വരാം. വളരെ പ്രധാനപ്പെട്ട ഒരു ആരോപണമാണ് അങ്ങ് ഉന്നയിച്ചിരിക്കുന്നത്. ശ്രീ ഫ്രാൻസിസ് ജോർജ്, ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു ചർച്ചയല്ലേ നടക്കുന്നത്? അതായത് കേരളത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കത്തോലിക്ക സംഘടനയുടെ പ്രതിനിധി പറയുകയാണ്, കേരള കോൺഗ്രസ് ഈ നിലയ്ക്ക് പോയാൽ പോരാ, കർഷകരുടെ പ്രശ്നങ്ങൾ നിങ്ങൾ ഈ നിലയ്ക്ക് അഡ്രസ് ചെയ്താൽ പോരാ, ഈ നിലയ്ക്കല്ല കേരളത്തിലെ എന്ന് പറയുന്നു. ഒരു വശത്ത് അങ്ങനെ ഒരു ആശങ്ക അവർ പങ്കുവെക്കുന്നു. മറുവശത്ത് ഇതേ വേദിയിൽ തന്നെ നമ്മൾ ഒരു ശബ്ദം കേട്ടതാണ്, റബ്ബറിന്റെ വില അതിനെക്കുറിച്ചുള്ള കാര്യങ്ങളിൽ ആരാണ് ഒരു പോസിറ്റീവായ നിലപാടെടുക്കുന്നത്, അവർക്ക് അനുകൂലമായ തീരുമാനം ഒരുപക്ഷെ കർഷകർ എടുത്തേക്കാമെന്നൊരു ഒരു പബ്ലിക്കായ സ്റ്റേറ്റ്മെന്റ് പോലും ഉണ്ടാവുകയാണ്. അങ്ങ് ഇത് കത്തോലിക്ക കോൺഗ്രസിന്റെ പ്രതിനിധിയുടെ ആ ഒരു കോണ്ടെക്സ്റ്റിൽ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും കേരളത്തിലെ കത്തോലിക്ക സമൂഹത്തിന്റെ മനസ്സിൽ നിന്ന് അല്ലെങ്കിൽ കേരളത്തിലെ കർഷകരുടെ മനസ്സിൽ നിന്ന് കേരള കോൺഗ്രസ് ഒത്തിരി അകലെയായി പോയിട്ടുണ്ടോ? സമയം കൂടിയല്ലേ ഈ ഒരു കാലഘട്ടം?
അല്ല, ഇതിപ്പോഴ് കേരള കോൺഗ്രസിന്റെ ഒരു ചരിത്രം കൃത്യമായി പരിശോധിച്ചാൽ, അല്ലെങ്കിൽ അതേക്കുറിച്ച് അറിയാവുന്നവർ ഒരിക്കലും കേരള കോൺഗ്രസ് കർഷക ജനതയോ അല്ലെങ്കിൽ കാർഷിക മേഖലയോ മറന്നുപോയി ഒന്നും ചെയ്തിട്ടില്ല എന്നൊന്നും പറയാൻ കഴിയില്ല. ഇതിനകത്തൊക്കെ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാവും. ഇപ്പൊ ഏറ്റവും ഒടുവിൽ ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ അധികാരത്തിലിരിക്കുന്ന കേരള കോൺഗ്രസിനാണ് ഇന്നത്തെ നിലയ്ക്ക് ഈ പ്രശ്നത്തിൽ പോസിറ്റീവായിട്ട് സംസ്ഥാന തലത്തിൽ എന്തെങ്കിലും ചെയ്യാനായിട്ട് കഴിയുക. കേരള കോൺഗ്രസിനോ കേരള കോൺഗ്രസുകൾക്കോ ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനും അത് ഉയർത്താനും അതിനുവേണ്ടി പടവരുതാനും ഒക്കെയാണ് കഴിയുന്നത്. ആ ഒരു ഡ്യൂട്ടി ഞങ്ങൾ ഇന്ന് പ്രതിപക്ഷത്താണ്, ഞങ്ങൾ അത് കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഈ വിഷയങ്ങളെല്ലാം ഞങ്ങൾ ഉന്നയിക്കുന്നുണ്ട്. പട്ടയത്തിന്റെ പ്രശ്നമുണ്ട്, നിർമ്മാണ നിരോധനത്തിന്റെ പ്രശ്നമുണ്ട്, അതുപോലെ തന്നെ ഈ കാർഷിക ഉൽപ്പന്നങ്ങളുടെ, പ്രത്യേകിച്ച് റബ്ബർ ഉൾപ്പെടെയുള്ള കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലത്തകർച്ചയുടെ പ്രശ്നമുണ്ട്. ഈ പ്രശ്നങ്ങളെല്ലാം ഉന്നയിച്ചുകൊണ്ട് ഞങ്ങൾ സമരം ചെയ്യുകയും ഇത് നിരന്തരമായി ഗവൺമെന്റ് ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള, കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെ ശ്രദ്ധയിൽ കൊണ്ടുവരാനുള്ള നടപടികളൊക്കെ ചെയ്യുന്നുണ്ട്. കേരള കോൺഗ്രസ് ചെയ്തതുപോലെ കാർഷിക മേഖലയ്ക്കും കർഷകർക്കും വേണ്ടി മറ്റൊരു രാഷ്ട്രീയ പ്രസ്ഥാനവും, അത് ഞാൻ തറപ്പിച്ചു തന്നെ എനിക്ക് പറയാനായിട്ട് കഴിയും, 964 മുതലുള്ള ചരിത്രം എടുത്താൽ ഈ കാർഷിക പ്രശ്നങ്ങൾക്ക് ഒരു ശ്രദ്ധ വന്ന എങ്ങനെയാണ്? അല്ല, അത് ഉറപ്പായിട്ടും അത് അത് അദ്ദേഹം ആരോപണം അദ്ദേഹത്തിനില്ല. പക്ഷേ ഈ പുതിയ വർഷത്തിൽ 2020 ഈ 20കൾക്ക് ശേഷം നമുക്ക് കൃത്യമായിട്ടുള്ള പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാനോ അത് വേണ്ട വിധത്തിൽ ഇടപെടാനോ സാധിക്കുന്നുണ്ടോ എന്ന വർത്തമാനകാലത്തെ സങ്കേതം മാത്രമാണ് അദ്ദേഹം ചോദിക്കുക. അതിനകത്തുള്ള പ്രശ്നം ഞാൻ പറയാം. ഇപ്പൊ കേരള കോൺഗ്രസ് ഇപ്പം ഈ പറയുന്നത് പോലെ ഇപ്പൊ 250 രൂപ റബ്ബറിന് സബ്സിഡി നൽകും എന്നുള്ള വിലസ്ഥിരതാ ഫണ്ട് വഴി വിലസ്ഥിരത ഉറപ്പാക്കുമെന്ന് പറഞ്ഞത് UDF പറഞ്ഞു, LDF പറഞ്ഞു കഴിഞ്ഞ നിയമസഭാ സമ്മേളനത്തിൽ. LDF ആണ് വിജയിച്ച് അധികാരത്തിൽ വന്നത്. അത് നടപ്പിലാക്കേണ്ടതെന്ന് അധികാരത്തിലേക്ക് LDF ഗവൺമെന്റ് ആണ്. ആ LDF ഗവൺമെന്റിന്റെ ഭാഗമാണ് ഒരു വിഭാഗം കേരള കോൺഗ്രസ്സുകാർ. അവരെന്തുകൊണ്ട് അത് സമ്മർദ്ദം ചെലുത്തി നടപ്പിലാക്കുന്നില്ല? ഇപ്പൊ ഏറ്റവും ഒടുവിൽ പറഞ്ഞിരുന്നത് ഈ ബജറ്റിൽ അത് പ്രഖ്യാപിച്ച് 250 രൂപ വിലസ്ഥിരതാ ഫണ്ട് പ്രഖ്യാപിച്ച് നടപ്പിലാക്കുമെന്നാണ് കർഷകർക്ക് ഇത് കിട്ടുന്നു എന്ന് ഉറപ്പാക്കാൻ. ഇവിടെ നേരത്തെ സൂചിപ്പിച്ചല്ലോ, മാണി സാർ ധനകാര്യമന്ത്രി ആയിരുന്നപ്പോൾ ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്താണ് ഈ വിലസ്ഥിരതാ പദ്ധതി തന്നെ കൊണ്ടുവന്നത്. ആ പദ്ധതി തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തുകൊണ്ട് കഴിയുന്നില്ല? ഇവിടെ മറ്റു പല കാര്യങ്ങൾക്കും പണമുണ്ട്. കാർഷിക പ്രശ്നങ്ങൾ, കർഷകരുടെ പ്രശ്നങ്ങൾക്ക് മാത്രം ചെലവഴിക്കാൻ പണമില്ല. മറ്റെല്ലാ ഗവൺമെന്റ് പണമുണ്ട്. കർഷകരുടെയും കാർഷിക മേഖലയുടെയും പ്രശ്നങ്ങൾ വരുമ്പോൾ മാത്രം വെറുതെ പ്രഖ്യാപനങ്ങൾ മാത്രം എന്നുള്ള നിലപാടിന് മാറ്റം വരണം. ഞങ്ങൾ ഇന്ന് അധികാരത്തിലിരിക്കുകയാണെങ്കിൽ ഞങ്ങൾ ഇതിന് ഉത്തരം പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ്. പക്ഷെ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പ്രതിപക്ഷത്ത് പ്രവർത്തിക്കുമ്പോൾ ഞങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്നത് ഈ കാര്യങ്ങൾ ഗവൺമെന്റ് ശ്രദ്ധയിൽ, ഞങ്ങളുടെ വികാരങ്ങൾ വിവിധ സമര പരിപാടികളുടെ പ്രതിഫലിപ്പിക്കുക എന്നുള്ളതാണ്. ആ ഒരു കർത്തവ്യം ഞങ്ങൾ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ ഇപ്പൊ കേന്ദ്ര ഗവൺമെന്റ്, ഞാൻ ചോദിക്കട്ടെ, കേന്ദ്ര ഗവൺമെന്റ് റബ്ബറിന്റെ നിയന്ത്രണമില്ലാത്ത ഇറക്കുമതിയിൽ അല്പമെങ്കിലും ഒരു നിയന്ത്രണം കൊണ്ടുവരാൻ തയ്യാറായാൽ വിലയുടെ കാര്യത്തിൽ എത്രയോ മാറ്റങ്ങൾ വരുത്താൻ കഴിയും. എന്തുകൊണ്ടാണ് കേന്ദ്ര ഗവൺമെന്റ് ഇത് ചെയ്യാതിരിക്കുന്നത്? ഇറക്കുമതി, ആ ഇറക്കുമതിയിലൂടെ കിട്ടുന്ന ഇറക്കുമതി ചുങ്കം 1000 കോടി രൂപ ഒരു വർഷം കേന്ദ്ര ഖജനാവിലേക്ക് വരുന്നു. അതിന്റെ ഒരു ചെറിയ അംശം അത് വിലസ്ഥിരതാ ഫണ്ടിന് വേണ്ടി ഈ സംസ്ഥാന ഗവൺമെന്റിന് സാമ്പത്തിക പ്രതിസന്ധിയാണ് പറയുന്നത്. ശരിയാണ്, സാമ്പത്തികമായി ഇന്ന് സംസ്ഥാനം വലിയ പ്രതിസന്ധിയിലാണ്. ഈ ഫണ്ട് കൊടുക്കാൻ നിവൃത്തിയില്ല. എന്തുകൊണ്ട്? കേന്ദ്ര ഗവൺമെന്റ് എന്താ പറയുക, ഇഷ്ടം പോലെ ഫണ്ടാണുള്ളത്. ഈ ഇറക്കുമതി ഒരു ഭാഗം എന്തുകൊണ്ട് കേന്ദ്ര ഗവൺമെന്റ് ഷെയർ ചെയ്തുകൂടാ? അതൊന്നും ചെയ്യുന്നില്ലല്ലോ. അതുപോലെ തന്നെ റബ്ബറിനെ ഒരു വ്യാവസായിക ഉൽപ്പന്നം എന്നുള്ള നിലയിലുള്ള ഇന്ന് നിലവിലുള്ള ഈ പറയുന്ന WTO കരാറിൽ അങ്ങനെ ഒരു വകുപ്പ് ചേർത്തിരിക്കുന്നത്, അത് മാറ്റാനായിട്ട് ശ്രമിക്കണ്ടേ? ഇതിനെ ഒരു കാർഷിക ഉൽപ്പന്നമാക്കണ്ടേ? അങ്ങനെ ഒരു കാർഷിക ഉൽപ്പന്നമായി കഴിഞ്ഞാൽ കാർഷിക ലഭിക്കുന്ന എല്ലാ ആനുകൂല്യങ്ങളും റബ്ബറിനും കിട്ടും, റബ്ബർ കർഷകർക്കും കിട്ടും. തീർച്ചയായും. പക്ഷെ അവിടെ ഒരു പ്രശ്നമുണ്ട് ശ്രീ ഫ്രാൻസിസ് ജോർജ്. കേന്ദ്ര ഗവൺമെന്റ് ആണ്. തീർച്ചയായും അത് അപ്പോൾ ഒരു പ്രശ്നമുണ്ട്. ഈ വ്യാപാര കരാർ, ആസിയാൻ കരാർ ഒക്കെ നമ്മുടെ മുമ്പിൽ ചർച്ചയ്ക്ക് വരുമ്പോൾ അത് UPAയും ഒക്കെ അതിനകത്ത് നമുക്ക് പ്രതികൂട്ടിൽപ്പെടുത്തേണ്ടി വരും. ആ സമയത്ത് രാഷ്ട്രീയ സാഹചര്യം ക്ലിയർ ആണ്. വളരെ 25% മാത്രമേ നമുക്ക് WTO കരാർ പ്രകാരം നമുക്ക് റബ്ബറിന് ഇറക്കുമതി ചുങ്കം ചുമത്താനായിട്ട് കഴിയുള്ളൂ. അത് ചുമത്തിയിട്ടുണ്ട്. പക്ഷെ അവിടെ കൊണ്ടും കാര്യങ്ങൾ നിൽക്കില്ല. അപ്പോഴാണ് വ്യവസായികൾ കോമ്പൗണ്ടർ ഇറക്കുമതി ചെയ്യാൻ തുടങ്ങിയത് 10%. അതിപ്പോ ഈ കഴിഞ്ഞ കേന്ദ്ര ബജറ്റ് 25% പക്ഷെ അത് WTO കരാറിന്റെ ഭാഗമായിട്ട് വരുന്നില്ല. അത് 25%-ൽ നിന്നും കൂടുതൽ ഉയർത്തി കോമ്പൗണ്ട് റബ്ബറിന്റെ ഇറക്കുമതി നിയന്ത്രിച്ചാൽ മാത്രം ഇവിടെ റബ്ബറിന്റെ വില ഉയർത്താനായിട്ട് കഴിയും. കേന്ദ്ര ഗവൺമെന്റാണ് ആ നടപടി സ്വീകരിക്കേണ്ടത്. വെറുതെ BJP വെറുതെ ഇവിടെ വന്ന് സ്വാധീനിക്കാൻ ശ്രമിച്ചതുകൊണ്ട് മാത്രമായില്ല. അവര് ക്രിയാത്മകമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള നടപടിയിലൂടെ തങ്ങൾ നല്ല കാര്യങ്ങൾ ചെയ്യും, കർഷകർക്കും കാർഷിക മേഖലയ്ക്കും ചെയ്യും എന്ന് പ്രവർത്തിച്ചു കാണിക്കണം. അങ്ങനെ പ്രവർത്തിച്ച് കാണിക്കുന്നു. അങ്ങനെ BJP പ്രവർത്തിച്ച് കാണിക്കുകയും
BJP-യുടെ നേതാക്കൾ അത് പബ്ലിക്കായി പറയുകയും ചെയ്യുക എന്ന ഘട്ടത്തിൽ, അങ്ങനെ ഒരു ഘട്ടത്തിലാണ് കേരളത്തിലെ കേരള കോൺഗ്രസ് നേതാക്കൾ BJP-യിലേക്ക് പോവുകയാണെങ്കിൽ അതിനെ നമുക്ക് തള്ളി പറയാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകാം. ഇല്ല, കേരള കോൺഗ്രസ് ഞാൻ പറഞ്ഞല്ലോ, അതൊരു വശം. അതൊരു വശം മാത്രമാണ്. കാർഷിക പ്രശ്നങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ രാഷ്ട്രീയ കാഴ്ചപ്പാടിന്റെ ഒരു ഭാഗം മാത്രമാണ്. നമുക്ക് റബ്ബറിന് 300 രൂപ വില കിട്ടിയത് കൊണ്ട് മാത്രം നമ്മുടെ പ്രശ്നങ്ങൾ തീരുന്നില്ല. ഈ രാജ്യത്ത് ജനാധിപത്യം നിലനിൽക്കണം, മതേതരത്വം നിലനിൽക്കണം, മതന്യൂനപക്ഷങ്ങൾക്ക് സംരക്ഷണം വേണം. അതുപോലെ തന്നെ മതപരമായിട്ടുള്ള കാര്യങ്ങൾക്ക് ഈ പറയുന്ന ഒരു ഏകകക്ഷി അല്ലെങ്കിൽ ഏകമതം എന്നുള്ള കാഴ്ചപ്പാട് മാറണം. ഇന്ത്യ ഒരു വിശാല ജനാധിപത്യ രാജ്യമാണ്, ഒരു ഫെഡറൽ രാജ്യമാണ്. ആ സംവിധാനങ്ങളെ തകർക്കുന്ന, ഇന്ത്യയുടെ ഭരണഘടനയെ തകർക്കുന്ന, വ്യവസ്ഥാപിതമായിട്ടുള്ള മൂല്യങ്ങളെയും വ്യവസ്ഥാപിതമായിട്ടുള്ള പാരമ്പര്യത്തെയും തകർക്കുന്ന നിലപാടുകൾ ഈ പറയുന്ന നമ്മളതിന്റെ ഒരു വിശാല കാഴ്ചപ്പാടെടുത്താൽ ഈ പറയുന്ന റബ്ബറിന്റെ വിലയോ അല്ലെങ്കിൽ കാർഷിക ഉൽപ്പന്നങ്ങളുടെ വിലയേക്കാളൊക്കെ വലിയ കാര്യമാണ്. ശരി, വളരെ നമ്മുടെ പ്രശ്നങ്ങൾ മനസ്സിലായി. തിരിച്ചു വരാം. ശ്രീ ജോർജ് കള്ളിവേലിൽ, നമ്മളിവിടെ ഒരു ജോണി നെല്ലൂർ പോകുന്നു അല്ലെങ്കിൽ കുറെ അധികം രാഷ്ട്രീയ നേതാക്കൾ പോകുന്നു എന്നത് മാത്രമല്ലല്ലോ നമ്മൾ ഈ വിഷയത്തെ കാണേണ്ടത്. കുറെ കാലങ്ങളായി BJP-ക്ക് അനുകൂലമായ രാഷ്ട്രീയ പ്രസ്താവനകൾ പ്രധാനപ്പെട്ട കേന്ദ്രങ്ങളിൽ നിന്ന് വരുന്നു. അതേ തുടർന്ന് വലിയ വാഗ്വാദങ്ങൾ, ചർച്ചകൾ അതുമായി ബന്ധപ്പെട്ട് ഒരു വശത്ത് നടക്കുന്നു. ഇന്ന് ദേശീയ തലത്തിൽ ആദ്യമായി യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വാർത്ത അങ്ങാണ് റിപ്പോർട്ട് ചെയ്തത് ഞാൻ മനസ്സിലാക്കുന്നു. ആ വാർത്തയിൽ പറയുന്നതനുസരിച്ചാണെങ്കിൽ യൂണിഫോം സിവിൽ കോഡ് പോലുള്ള കാര്യങ്ങളൊക്കെ വരുന്ന ഒരു ഘട്ടത്തിൽ അത് വലിയൊരു ഭാഗം ക്രൈസ്തവ സമൂഹത്തിനും ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് സ്വാഗതം ചെയ്യുന്ന ഒരു ഘട്ടമാണ് നിലവിൽ, ആസ് ഓഫ് നൗ എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അങ്ങനെ വലിയ വലിയ പദ്ധതികൾ, വലിയ വലിയ പ്രൊജക്ട് ഇവിടെ നടപ്പാക്കാൻ പോകുന്നു 2024 എന്ന് നമ്മൾ മനസ്സിലാക്കണോ? അതിന്റെ കൂടെ പോപ്പ് ഫ്രാൻസിസ് മാർപ്പാപ്പയെ ഇന്ത്യയിലേക്ക് ക്ഷണിക്കുന്നു. അദ്ദേഹം അങ്ങാണത് ഏറ്റവും ആദ്യം റിപ്പോർട്ട് ചെയ്ത് മനസ്സിലാക്കുന്നത്. അടുത്ത വർഷം ആണ് വരുമെന്ന് ഞാൻ കരുതുന്നു. എന്താണെങ്കിലും ഇതെല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ ഈസ്റ്റർ ഡിപ്ലോമസി ഒരു വശത്ത്, ഇവിടെ കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ പാർട്ടിയിൽ നിന്ന് ആളുകൾ BJP-യിലേക്ക് പോകുന്നു, അഭിമന്യ പിതാക്കന്മാർ BJP-ക്ക് അനുകൂലമായ പ്രസ്താവനകൾ നടക്കുന്നു, മറ്റ് പ്രശ്നങ്ങളൊക്കെ ചർച്ചയാകാതിരിക്കുന്ന ഒരു കാലഘട്ടം വരുന്നു. അങ്ങനെ എല്ലാം കൂടെ ചേർത്ത് വായിക്കുമ്പോൾ 2024 എന്നുള്ള ലാർജർ പ്രൊജക്ടിന്റെ ഏറ്റവും ചെറിയ ഒരു ടെസ്റ്റ് ഡോസ് മാത്രമാണോ നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്? നിതിൻ, എന്റെ പ്രിയ സുഹൃത്ത് ശ്രീ ഫ്രാൻസിസ് ജോർജ്, അദ്ദേഹം വളരെ പരിണിതപ്രജ്ഞനായ, വളരെ പക്വമതിയായ ഒരു പാർലമെന്റിലെ വളരെ ശോഭിച്ചിട്ടുള്ള വളരെ നല്ല ഒരു MP ആയിരുന്നു. അദ്ദേഹം പറഞ്ഞ പോലെ ഈ രാഷ്ട്രീയവും കാർഷിക കാര്യങ്ങളും ചില കാര്യത്തിൽ ഒന്നിക്കുമെങ്കിലും ഭൂരിപക്ഷം കാര്യത്തിലും ഇത് നമ്മൾ രണ്ടായി കാണേണ്ടതുണ്ട്. കാർഷിക മേഖലയുടെ പ്രശ്നങ്ങൾ വേറെയാണ്, ഈ ഇപ്പോൾ നടക്കുന്ന രാഷ്ട്രീയ നീക്കങ്ങളുടെ നീക്കങ്ങൾ വേറെയാണ്. അത് വളരെ പ്രധാനപ്പെട്ട ശ്രീ ജോർജ് കള്ളിവേലിൽ ഞാൻ ഒന്ന് ഇടപെടുകയാണ്. ഇവിടെ ക്രൈസ്തവ സമൂഹം, പ്രത്യേകിച്ച് ക്രൈസ്തവ സംഘടനകൾ മുന്നോട്ട് വെക്കുന്ന പ്രധാനപ്പെട്ട ആശങ്ക അത് കാർഷിക പ്രശ്നങ്ങൾ മാത്രമല്ല, സമുദായം നേരിടുന്ന പ്രശ്നങ്ങൾ, സഭയ്ക്കെതിരെയുള്ള മറ്റ് നമ്മളിപ്പോൾ ഉത്തരേന്ത്യയിലെ ആക്രമണങ്ങൾക്കൊപ്പം തന്നെ കേരളത്തിലുണ്ടാകുന്ന സംഘടിതമായ ആക്രമണങ്ങൾ, ക്രൈസ്തവരുടെ അവകാശങ്ങൾക്കെതിരെ ശബ്ദിക്കാത്ത രാഷ്ട്രീയ നേതൃത്വം, അത് ഇടത് വലത് രാഷ്ട്രീയ നേതൃത്വം, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഈ പ്രശ്നങ്ങൾക്കെല്ലാം അവർക്കൊരു ശബ്ദമായി ഒരു നേതാവും, പ്രത്യേകിച്ച് കത്തോലിക്ക സഭയിലെ ഒരു പ്രതിനിധി പോലും മുന്നോട്ട് വരാത്ത ഒരു സാഹചര്യം മുന്നോട്ട് ഉള്ളപ്പോൾ ആ ഘട്ടത്തിലാണ് ശ്രീ AN രാധാകൃഷ്ണൻ മലയാറ്റൂർ മല കയറുന്നത്. ശ്രീ ജോർജ് കള്ളിവേലിൽ, ആ രാഷ്ട്രീയത്തെയാണ് ഞാൻ വായിച്ചെടുക്കാൻ അങ്ങോട്ട് ആവശ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും നിതിൻ, ആ കാര്യം ഞാൻ അംഗീകരിക്കുന്നു. അതായത് കാർഷിക മേഖലയെ കുറിച്ച് ശ്രീ ഡോക്ടർ ജോസൂട്ടി ഒഴികയിലും പറഞ്ഞ കാര്യങ്ങൾ വളരെ പ്രസക്തമാണ്. അതേസമയം ഇവർക്ക് കൃത്യമായ BJP-ക്ക് കൃത്യമായ എന്തുകൊണ്ടാണ് BJP-യുടെ ഗെയിം പ്ലാനിന് ക്രൈസ്തവരായ ചിലർക്ക് അതിലേക്ക് ആകർഷിക്കപ്പെടുന്നു എന്ന് കുറച്ചു പേരായിരിക്കാം, പക്ഷെ ഉണ്ട് എന്ന കാര്യം ഒരു യാഥാർത്ഥ്യമാണ്. എന്തുകൊണ്ടാണ് എന്ന് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കോട്ടയം MP ശ്രീ തോമസ് ചാഴികാടനും ഞാനും കൂടെ കേന്ദ്ര ധനകാര്യമന്ത്രി ഞങ്ങൾ കണ്ടത് എന്റെ ഒരു കാര്യത്തിന് വേണ്ടിയായിരുന്നു. എങ്കിലും ആ കാര്യം കണ്ടു കഴിഞ്ഞ കൂട്ടത്തിൽ ഞങ്ങൾ ഈ കാർഷിക പ്രശ്നങ്ങൾ എടുത്തിട്ടു. അപ്പോൾ അവരുന്നയിക്കുന്ന ഒരു പ്രധാന പോയിന്റ്, ഇപ്പോൾ ഈ കോമ്പൗണ്ട് റബ്ബറിന് 25% ഇമ്പോർട്ട് ഡ്യൂട്ടി ഏർപ്പെടുത്തിയത് ഇപ്പോഴത്തെ ഗവൺമെന്റ് ആണ്, ഞാനാണ്. ഇത് നിങ്ങളുടെ UPA ഗവൺമെന്റിന്റെ കാലത്താണ് ഇവിടെ ഈ ഇറക്കുമതികളും ഫ്രീ ട്രേഡ് അഗ്രിമെന്റുകളും നയങ്ങളും എല്ലാം കൊണ്ടുവന്നതും. അന്ന് നിങ്ങൾ ഈ നിലയിൽ പ്രതിഷേധിച്ചിരുന്നെങ്കിൽ ഇത് അപ്പോ ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് ഈ കോൺഗ്രസ് എന്നോ BJP എന്നോ അല്ല, കേരളത്തിലെ കാർഷിക മേഖല അതൊരു റബ്ബറിന്റെ മാത്രം പ്രശ്നമല്ല, എല്ലാ കർഷകരും, അത് ഏല കർഷകരായിക്കോട്ടെ, കുരുമുളക് കർഷകരായിക്കോട്ടെ, നാളികേര കർഷകരായിക്കോട്ടെ,
കാർഷിക മേഖലയിൽ കടുത്ത പ്രതിസന്ധിയിലാണ്. ഈ കർഷകരെ രക്ഷിക്കാൻ ഒരു പ്രത്യേക പാക്കേജ് എന്തുകൊണ്ട് കൊണ്ടുവന്നുകൂടാ? നിങ്ങള് കർഷകർക്ക് ഒരു വിശ്വാസം ഉണ്ടാകേണ്ടതുണ്ട്. മറ്റു കാര്യങ്ങൾ വേറെയുമുണ്ട്. അതായത് ഇവിടെ ഒരു BJP ഉയർത്തുന്ന ഈ രാഷ്ട്രീയത്തില് ആശങ്ക കർഷകർക്ക്, ക്രൈസ്തവർക്ക് ഇപ്പോഴും ഉണ്ട്. കാരണം അത് നമ്മുടെ ഗ്രഹാം സ്റ്റെയിൻസ് മുതല് കാണ്ടമാൽ മുതല് ഈ അനാവശ്യമായ ക്രൈസ്തവ അംഗസംഖ്യ ലക്ഷങ്ങൾ കുറയുമ്പോഴും മതപരിവർത്തന ആരോപണം ഉന്നയിച്ച് മദർ തെരേസയെ വരെ ആക്ഷേപിക്കുകയും മദർ തെരേസയുടെ മരണത്തിലെ കന്യാസ്ത്രീ വരെ അറസ്റ്റ് ചെയ്ത് ജയിലിലിടുകയും നമുക്കറിയാം ഈ കഴിഞ്ഞ ദിവസം കർണാടകയിലും ഛത്തീസ്ഗഡിലും നടന്നത്. ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് ആണ് ഭരിക്കുന്നത്. അവിടെ നടപടി എടുത്തിട്ടില്ല കോൺഗ്രസ്. ഈ BJP പ്രതിജ്ഞ എടുപ്പിച്ചപ്പോൾ അതിനെതിരെ നടപടി എടുക്കേണ്ട കോൺഗ്രസ് ആണ്. ഇവിടെ നമുക്കറിയാം പാലായിലെ അഭിമന്യ മാർ കല്ലറങ്ങാട്ട് പിതാവ് വളരെ അദ്ദേഹത്തിന്റെ കുറളങ്ങാട് പള്ളിയിൽ അദ്ദേഹത്തിന്റെ വിശ്വാസികളോട് ഈ ലവ് ജിഹാദിനെതിരെയും ഡ്രഗ് മാഫിയക്കെതിരെയും പ്രസ്താവന നടത്തിയപ്പോൾ അന്ന് കേരളത്തിന്റെ പ്രതിപക്ഷ നേതാവ് എടുത്ത നിലപാടും ആ നിലപാട് പോലും അദ്ദേഹം പിതാവിനെ കാണാതെ തിരിച്ചു പോരുകയും ഒക്കെ ചെയ്തത് ക്രൈസ്തവ സമൂഹത്തിൽ മുറിവുകൾക്കുള്ള ആശങ്ക ഉണ്ടാക്കുന്നു. അപ്പൊ ഇതൊക്കെ പരിഹരിക്കേണ്ട ചുമതല ഈ പക്ഷത്തുമുണ്ട്, വലതുപക്ഷത്തുമുണ്ട്. നമുക്കറിയാം മാർക്സിസ്റ്റ് പാർട്ടിയുടെ കാലത്തും ഇവിടെ ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾക്കെതിരെ ആക്ഷേപങ്ങൾ ഉണ്ട്, അതിക്രമങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് ആദ്യകാലത്ത് നമ്മുടെ എയ്ഡഡ് കോളേജുകൾ വന്ന കാലം മുതലുള്ള പ്രശ്നങ്ങൾ അവിടെ കിടക്കുന്നു, വിദ്യാഭ്യാസ മേഖലയിലുള്ള പ്രശ്നം കിടക്കുന്നു. അപ്പൊ ഇത് ഇപ്പോൾ ഈ BJP ഏത് പ്രശ്നങ്ങൾ ഉന്നയിക്കുമ്പോഴും അവര് ഈ കോൺഗ്രസിന്റെ ഒരു പ്രധാനമന്ത്രി പോലും കഴിഞ്ഞ 20 കൊല്ലത്തിൽ മാർപ്പാപ്പയെ പോയി കണ്ടിട്ടില്ല. വാജ്പേയിക്ക് ശേഷം അദ്ദേഹമാണ് ശ്രീ നരേന്ദ്രമോദിയാണ് കണ്ടത്. മൻമോഹൻ സിംഗ് പോലും, അല്ലെങ്കിൽ അതിനു മുമ്പുള്ള ജവഹർലാൽ നെഹ്റുവോ ഇന്ദിരാഗാന്ധിയോ പോലും ഒരു കത്തോലിക്ക ദേവാലയം. അപ്പൊ ഇതിനെ അവരുടെ ഭാഗത്തു നിന്ന് എല്ലാവരും എല്ലാ കാലത്തും ഒരേപോലെ ആകണമെന്ന് നിർബന്ധമില്ല. തെറ്റുകൾ തിരുത്തുന്നുണ്ടെങ്കിൽ അവർക്ക് അനുകൂലമായ ചില നടപടികൾ ഉണ്ടായേക്കാം എന്നത് അത് കോൺഗ്രസും CPM-ഉം കേരള കോൺഗ്രസ്. അതായത് എനിക്ക് തോന്നുന്നു ശ്രീ ജോർജ് കാളിയിൽ അങ്ങ് പറയുന്നതിന്റെ ഒരു സമ്മറി ഞാൻ മനസ്സിലാക്കുന്നത് ഇങ്ങനെയാണ്: BJP ഇപ്പോൾ മുന്നോട്ട് വെക്കുന്നത് ഒരു രാഷ്ട്രീയ തന്ത്രം എന്ന് നോക്കി വ്യാഖ്യാനിക്കാം. പക്ഷേ അങ്ങനെ രാഷ്ട്രീയ തന്ത്രം ഉണ്ടെങ്കിലും അതിന്റെ പിറകിൽ ഇടതുപക്ഷത്തെയോ വലതുപക്ഷമോ അല്ലെങ്കിൽ കോൺഗ്രസോ LDF-ഓ UDF-ഓ LDF-ഓ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ എന്നല്ല ഒരു ദേശീയ പെർസ്പെക്റ്റീവിൽ പോലും കാര്യങ്ങളെ കാണാത്തതിന്റെ ഒരു പ്രതിഫലനമാണ്. അതായത് ഇവിടെ ഒരു വശത്ത് കത്തോലിക്ക സഭയ്ക്ക് അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിന്റെ ശ്രദ്ധ രണ്ട് പാർട്ടികൾ ഉപേക്ഷിക്കുന്നു, മറുവശത്ത് കൂടുതൽ ശ്രദ്ധ മറ്റൊരു പാർട്ടി നൽകുന്നു. കൂടുതൽ ശ്രദ്ധ നൽകുന്ന പാർട്ടിയിലേക്ക് ഒരു വലിയ വിഭാഗം ആളുകൾ ഒരു കൂറ് കാണിക്കുന്നു. അങ്ങനെ അതിനെ സമറൈസ് ചെയ്യാമെന്നാണ് അങ്ങ് കരുതുക? വലിയ വിഭാഗം ആളുകളൊന്നും കൂറ് കാണിക്കുന്നില്ല. ഒരു 5% പേര് അടുത്ത തെരഞ്ഞെടുപ്പിൽ പോകുമെന്ന് ഞാൻ കരുതുന്നില്ല BJP-യിലേക്ക്. അതൊന്നും അല്ല പ്രശ്നം. പക്ഷെ BJP ശ്രീ ജോർജ് കളിവയലിൽ അങ്ങനെ ഒരു രാഷ്ട്രീയ ഗെയിമിന് ശ്രീ നരേന്ദ്രമോദി എന്തിനാണ് തീരുമാനമെടുക്കുന്നത്? പ്രത്യേകിച്ച് നരേന്ദ്രമോദി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല. അത് തന്നെ നരേന്ദ്രമോദി പ്രധാനമായിട്ടും G20 വരുന്നതിന് പ്രമാണിച്ച് അദ്ദേഹത്തിന്റെ ഇമേജ് ബിൽഡപ്പിന്, അതായത് ലോകരാഷ്ട്രങ്ങൾക്കിടയിൽ അതോടൊപ്പം ഒരു ക്രിസ്ത്യൻ താല്പര്യങ്ങൾ ഉണ്ടാകാം. ക്രൈസ്തവര് ഭൂരിപക്ഷമുള്ള മേഖലയിൽ ഓൾറെഡി BJP സ്വാധീനം ചെലുത്തി അധികാരം ആരെങ്കിലും കൂട്ടുകക്ഷിയോട് ചേർന്നാണെങ്കിലും ഭരിക്കുന്നുണ്ട്. അത് മേഘാലയയിലായാലും ഗോവയിലായാലും മണിപ്പൂരിലായാലും നമുക്കറിയാം നാഗാലാൻഡിലായാലും ഒക്കെ ഇത് സംഭവിച്ചു കഴിഞ്ഞു. അപ്പോ കേരളത്തിൽ 18% മാത്രം എല്ലാവരും പല മുന്നണിയിൽ ഓൾറെഡി നിൽക്കുകയാണ്. എല്ലാവരും ഒന്നും വരത്തില്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹം അത് മാത്രമല്ല ലക്ഷ്യം. അങ്ങനെയെങ്കിൽ ശ്രീ ജോണി നെല്ലൂരിനെ പോലൊരു നേതാവിനെ അവിടെ ഇങ്ങനെ ഒരു പ്രധാനപ്പെട്ട ഒരു ദൗത്യം ഏൽപ്പിക്കുന്നു. അങ്ങനെ വാക്ക് ഞാൻ ഉപയോഗിക്കുന്നത് എനിക്കറിയില്ല ഉചിതമാണെന്ന്. എന്നാലും അങ്ങനെ ഒരു നേതാവിന്റെ ആ ഒരു വ്യക്തി പ്രഭാവം എത്രത്തോളം ഉണ്ട് എന്ന് നമുക്കറിയാം. അങ്ങനെ ഒരു നേതാവിന്റെ ഒരു വിൽ പവറിൽ ഈ പറയുന്ന കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ വോട്ട് മാറ്റാൻ ഒരിക്കലും BJP-ക്ക് കഴിയില്ല എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ആ ഒരു വ്യക്തിയുടെ മാത്രമാണ് രാഷ്ട്രീയ ഗെയിമാണ് ഇവർ കളിക്കുന്നതെങ്കിൽ അത് സാധ്യമല്ലെന്ന് തന്നെ കരുതേണ്ടതിരിക്കുന്നു. അങ്ങനെ അല്ലെങ്കിൽ ഏറ്റവും മികച്ച നേതാവ് വന്നാൽ പോലും അതിനുള്ള വലിയ സാധ്യത ഇല്ലെന്നാണ് അങ്ങ് പറയാൻ ശ്രമിക്കുന്നത്. അങ്ങനെയെങ്കിൽ ഈ പറയുന്ന മുന്നേറ്റങ്ങളെല്ലാം വ്യർത്ഥമാകുകയല്ലേ? അദ്ദേഹത്തിന് ഒരു നല്ലൊരു പാർട്ടി സ്ഥാനത്ത് നഷ്ടപ്പെടുന്നു, മറ്റൊരു പാർട്ടിയിലേക്ക് പോകും. ഇതെല്ലാം വ്യർത്ഥമാകാൻ പോകുന്ന ഒരു രാഷ്ട്രീയ നാടകമായി അങ്ങ് കാണുന്നുണ്ടോ?
ഞാൻ അതിനെ അങ്ങനെയല്ല കാണുന്നത്. താങ്കൾ പറഞ്ഞ കാഴ്ചപ്പാടിലല്ല അതിനെ കാണുന്നത്. തീർച്ചയായിട്ടും BJP അവരുടെ ശ്രമങ്ങള് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്, വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിന് ജോണി നെല്ലൂരെങ്കിൽ ജോണി നെല്ലൂർ കിട്ടാവുന്നവരെ പിടിക്കുന്നു. അത്ര PC ജോർജ് ഇപ്പോൾ ഇല്ല, ആ ചിത്രത്തിൽ PC ജോണി ജോർജ് ഇപ്പോൾ നെല്ലൂർ ഇല്ല. മാത്രമല്ല, ജോണി നെല്ലൂർ മാത്രമല്ല, ഞാൻ ആദ്യമേ സൂചിപ്പിച്ച ഒത്തിരിയേറെ ആളുകൾ ഉണ്ട് അക്കൂട്ടത്തിൽ. ഉണ്ട്. ഓക്കെ, ഞാൻ തിരിച്ചു വരാം. ശ്രീ MP ജോസഫ്, വളരെ പ്രധാനപ്പെട്ട ഒരു ചിന്തയല്ലേ പങ്കുവയ്ക്കപ്പെടുന്നത്. കേരളത്തിലെ ക്രൈസ്തവ സമൂഹങ്ങൾ വലിയ ആശങ്കകൾ പങ്കുവയ്ക്കുന്ന ഒരു സമയമാണ്. ആ സമയത്ത് അവരെ കേൾക്കുവാനോ അവരുടെ ആശങ്കകൾ പറയുവാനോ കേൾക്കാനോ ഒന്നും കേരളത്തിലെ കോൺഗ്രസിന് സാധിക്കുന്നുണ്ടോ എന്നൊരു പ്രധാനപ്പെട്ട ചോദ്യമാണ്. ഈ സമീപകാലത്ത് BJPയുടെ നേതാക്കൾ പ്രധാനപ്പെട്ട ബിഷപ്പുമാരെയൊക്കെ കാണുന്ന ഒരു ഘട്ടത്തിലാണ് കോൺഗ്രസിന്റെ മുതിർന്ന നേതാക്കൾ അങ്ങനെ ഒരു ഡിപ്ലോമസിയിലേക്കൊക്കെ അങ്ങനെയൊക്കെ ഒരു നയത്തിലേക്ക് പോലും പോകുന്നത്. അഭിമന്യ പമ്പലാനി പിതാവിനെ അദ്ദേഹം അതിനുശേഷമാണ് ഒരു ഘട്ടത്തിൽ BJPയുടെ ഈ ഒരു ചർച്ചകളെ പോലും വിമർശിക്കുകയും, എന്നാൽ കുറെ കഴിയുമ്പോൾ ആ ചർച്ചകൾക്കൊക്കെ ഒരു വലിയ ഇമ്പാക്ട് എന്ന് പറയുന്നത് വോട്ടായി മാറുമെന്നല്ല, പക്ഷേ ഒരു അനുകൂല തരംഗം ഉണ്ടാകുന്ന ഘട്ടത്തിലാണ് കോൺഗ്രസ് ഇടപെടുന്നത്. ഇങ്ങനെ വൈകി വരുന്ന വിവേകങ്ങൾ തന്നെയല്ലേ ഈ പറയുന്ന കുഴിയിൽ വീഴിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാൻ കോൺഗ്രസിന്റെ വ്യക്താവല്ല, UDF-ന്റെയാണ്. UDF-ന്റെ ചരിത്രം പറയുകയാണെങ്കിൽ കലാകാലങ്ങളിൽ കോൺഗ്രസിന്റെയും UDF-ന്റെയും എല്ലാ നേതാക്കളും, കേരള കോൺഗ്രസ് നേതാക്കളും എല്ലാവരും എല്ലാ ബിഷപ്പുമാരെയും ഇലക്ഷൻ സമയത്തും എല്ലാപ്പോഴും കണ്ട് അവരുടെ അഭിപ്രായങ്ങൾ ചോദിച്ചിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് കാൻഡിഡേറ്റ്സിന്റെ കാര്യങ്ങൾ ചോദിച്ചിട്ടുണ്ട്. അതുപോലെ PG സാറ് BJP-യിലേക്ക് പോകുന്നു, NDA-യിലേക്ക് പോകുന്നു എന്നൊക്കെ പറയുന്നത് വലിയ വ്യാമോഹമാണ്, ഒരിക്കലും നടക്കാൻ പോകാത്ത കാര്യങ്ങളാണ്. നമ്മളാരും പിന്നെ പോപ്പിനെ ഇവിടെ വിളിച്ചു വരുന്നു എന്ന് കേട്ടു. പോപ്പിന്റെ ഞാൻ മനസ്സിലാക്കുന്നത് വത്തിക്കാൻ ഒരിക്കലും ഒരു ഇലക്ഷന് മുമ്പ് പോപ്പ് ആ രാജ്യം സന്ദർശിക്കാനായിട്ട് സമ്മതിക്കില്ല. അങ്ങനത്തെ ഒരു കീഴ്വഴക്കം വത്തിക്കാൻ ഇല്ല. ഇലക്ഷന് 3-4 മാസം മുമ്പ് ഒരിക്കലും പോപ്പ് സന്ദർശിക്കില്ല. ഇത്രയും കാലം 5-10 കൊല്ലം ഭരിച്ചില്ലേ, എന്നിട്ട് ഇപ്പോഴാണോ പോപ്പിനെ ക്ഷണിക്കാനായിട്ട് തോന്നിയത്? ഇത്രയും കാലം എത്ര കാലം നമ്മളെ പോപ്പിനെ ക്ഷണിക്കാനായിട്ട് മോഡിയോടും കൂട്ടരോടും പറഞ്ഞു? ഇലക്ഷൻ തലേന്നാണോ വിളിക്കുന്നത്? എനിക്ക് തോന്നുന്നില്ല വത്തിക്കാൻ അത് സമ്മതിക്കുന്നു. വത്തിക്കാന്റെ ഒരു നയമാണത്. പിന്നെ BJP ഒരിക്കലും പാമ്പളാനി പിതാവ് ആഗ്രഹിക്കുന്ന പോലെ 300 രൂപയിലേക്ക് ആക്കില്ല. അവർക്ക് ആക്കാൻ സാധിക്കില്ല. അവരുടെ പിൻബലമൊക്കെ ഈ റബ്ബർ ഇമ്പോർട്ട് ചെയ്യുന്ന കൂട്ടരുടെ കയ്യിലാണ്. 300 പോയിട്ട് 200 പോലും അവരാക്കില്ല. അതുകൊണ്ട് അതേസമയം സഭയ്ക്ക് തീർച്ചയായിട്ടും ഒരു അവരൊക്കെ RSS പോലത്തെ ഒരു പ്രസ്ഥാനത്തിന്റെ ഒരിക്കലും ന്യൂനപക്ഷങ്ങൾക്ക് ഒരു ഭാവിയുമില്ല എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. നമ്മളൊക്കെ തൊട്ടുവിശ്വാസികളാണ്, ഞാൻ ആവർത്തിക്കാണ്, നമ്മളൊക്കെ തൊട്ടുവിശ്വാസികളാണ്. അങ്ങനെ ആരോ എന്തോ പറഞ്ഞു എന്നോ, അല്ലെങ്കിൽ മോഡി പള്ളിയിൽ പോയിരുന്നോ, അല്ലെങ്കിൽ ആരോ മല കയറിയെന്നോ, ഒരു തവണ കയറിയിട്ട് കയറാൻ പറ്റിയില്ല, അവര് മല കയറി എന്ന് വിചാരിച്ചിട്ടൊന്നും വോട്ടൊന്നും കിട്ടാൻ പോകുന്നില്ല. അത് ഞാൻ ജോർജ് കൽപ്പയിൽ പറഞ്ഞത് 100% ഞാൻ അംഗീകരിക്കുകയാണ്. 5% പോയിട്ട് 2-1% പോലും കിട്ടുമൊന്നുമില്ല. പിന്നെ കേരളത്തിലെ മറ്റുള്ള പാർട്ടികളെ കുറ്റം പറയുമ്പോൾ, കോൺഗ്രസിനും UDF-നും കേരള കോൺഗ്രസിനും കുറ്റം പറയുമ്പോൾ ഏറ്റവും ഗ്രൂപ്പിസം ഉള്ള ഒരു പാർട്ടിയാണ് കേരളത്തിലെ BJP. എത്ര ഗ്രൂപ്പുകളുണ്ടെന്ന് ഗ്രൂപ്പുകൾക്ക് പോലും അറിയാൻ പാടില്ല. അങ്ങനത്തെ ഒരു രാഷ്ട്രീയ സംവിധാനമാണ്. ഹൈന്ദവ വോട്ടുകൾ അവർ ഹൈന്ദവരെ പ്രൊട്ടക്ട് ചെയ്യുന്നു എന്ന് പറഞ്ഞ് നടക്കുന്നത്, അവരെ പ്രൊട്ടക്ഷൻ ഒന്നും ഹൈന്ദവർക്ക് ഇന്ത്യയിൽ വേണ്ട, കേരളത്തിൽ ഒട്ടും വേണ്ട. അവരുടെ വോട്ട് പോലും കിട്ടാത്തത്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഇതിന്റെയൊക്കെ ഒരു ഗ്ലോബൽ, ഒരു ആഗോള തലത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഒരു ഓൾ ഇന്ത്യ ഒരു രാഷ്ട്ര തലത്തിൽ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. ഇന്ത്യ ലോകത്തില് ഒറ്റപ്പെട്ടു പോവുകയാണ്. മുസ്ലിം രാജ്യങ്ങൾക്കിടെ, ക്രൈസ്തവ എന്ന് ഞാൻ പറയില്ല, പാശ്ചാത്യ രാജ്യങ്ങൾക്ക് ഇടയിൽ നമ്മൾ ഒറ്റപ്പെട്ടു പോവുകയാണ്. ഇന്ന് രാവിലെയാണ് ഞാൻ പത്രം വായിച്ചത്, ഇംഗ്ലണ്ടില് ഹൈന്ദവ കുട്ടികൾക്കെതിരെ അവിടുത്തെ സ്കൂളുകളിൽ അവരെ കളിയാക്കുന്നു. കാരണം ആ രീതിയിൽ ഇന്ത്യയിലെ കാര്യങ്ങൾ വഷളായി പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അവിടുത്തെ കുട്ടികൾ ഹൈന്ദവ കുട്ടികളെ കളിയാക്കുന്നു. ഇതൊന്നും നമുക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമാണ്. ഹൈന്ദവരായിരുന്നാലും ഇസ്ലാം ആയിരുന്നാലും ക്രൈസ്തവരായിരുന്നാലും കൊച്ചുകുട്ടികളെ അവരുടെ മതത്തിന്റെ പേരില് അവരെ ഭീഷണിപ്പെടുത്തുക, അവരെ ബുള്ളി ചെയ്യുക എന്നൊക്കെ നമുക്കൊന്നും ചിന്തിക്കാൻ പറ്റാത്ത ഒരു കാര്യമാണ്. 10 കൊല്ലം കൊണ്ട് ഇതിലേക്കാണ് എത്തിയിരിക്കുന്നത്. അതുകൊണ്ട് നമ്മള് ഒരിക്കലും ആ രീതിയിലേക്ക് നമ്മുടെ തല വെച്ചുകൊണ്ട് ആത്മഹത്യ, ഞാൻ ഹൈദരാബാദിൽ വർക്ക് ചെയ്യുന്ന കാലത്ത് അവിടെ ഒരു ചൊല്ലുണ്ട്, സെൽഫ് സൂയിസൈഡ്. സൂയിസൈഡ് സെൽഫ് തന്നെയാണ്, പക്ഷെ അവർക്ക് അതിന്റെ അഗാധ
മനസ്സിലാക്കി കൊടുക്കാനായിട്ട് സെൽഫ് സ്യൂസൈഡ് എന്ന് പറയാറുണ്ട്. അതുപോലത്തെ ഒരു സെൽഫ് സ്യൂസൈഡ് നമ്മുടെ ക്രിസ്ത്യാനികള് ചെയ്യുമെന്ന് എനിക്ക് ഒട്ടും തോന്നുന്നില്ല. പക്ഷെ അതേ സമയം തന്നെ ഒരു കാര്യം, നമ്മുടെ ക്രിസ്തീയ മതത്തിലേക്ക് വരുന്ന ദലിതരുടെ റിസർവേഷൻ എടുത്തു കളഞ്ഞത്, അത് അന്ന് 1950 നമ്മുടെ ഭരണഘടന എഴുതി ചേർത്തപ്പോൾ വന്നിരിക്കുന്ന ഒരു വലിയ തെറ്റാണ്. അത് ഇതുവരെ BJPക്ക് എടുത്തു കളയാനായിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടായിട്ട് പോലും അവരതിനെ പറ്റി ചിന്തിക്കുന്ന പോലും ഇല്ല. അപ്പൊ ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് വേണം ഈ ഒരു ചർച്ച മുന്നോട്ട് കൊണ്ടുപോകാൻ എന്ന് മാത്രം ഞാൻ പറയുകയാണ്. വളരെ 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 പ്രധാനപ്പെട്ട വളരെ വളരെ ഷാർപ്പായ ചില ചിന്തകളാണ് ശ്രീ MB ജോസഫ് IAS മുന്നോട്ട് വെച്ചത്. ശ്രീ ഡോക്ടർ ജോസ് കുട്ടിയാവൊഴികയിൽ ഇവിടെ ഈ ഒരു പ്രത്യേക സാഹചര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. കഴിഞ്ഞ 2-3 മാസമായിട്ട് കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്കകൾ ഉണ്ട് എന്ന് പൊതുസമൂഹം മനസ്സിലാക്കാൻ തുടങ്ങി എന്നൊരു കാലമായിട്ട് വേണമെങ്കിൽ കാണാം. അത് ബിഷപ്പ് അഭിമന്യ പിതാക്കന്മാരുടെ പ്രസ്താവനകളാകാം, അഭിമന്യ ആലഞ്ചേരി പിതാവ് ഇന്ത്യൻ എക്സ്പ്രസിൽ കൊടുത്തിട്ടുള്ള അഭിമുഖമാകാം, അല്ലെങ്കിൽ ഇപ്പോൾ ഈ പുതിയ രാഷ്ട്രീയ പാർട്ടിയുടെ രംഗപ്രവേശനമാകാം. അങ്ങനെയൊക്കെ വരുമ്പോൾ കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തിന്റെ ആശങ്കകളെ ഇടതുപക്ഷവും വലതുപക്ഷവും ഒക്കെ കുറെ കൂടി ഗൗരവത്തോടെ കാണുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഒരു വശത്ത് BJP വലിയ താല്പര്യത്തോടെ അവിടെ നിൽക്കുന്നു. എന്നാൽ ആ താല്പര്യങ്ങൾക്കെല്ലാം അപ്പുറത്ത് ഇപ്പോൾ ഭരിക്കുന്നവരും അല്ലെങ്കിൽ ഇടതുപക്ഷവും കോൺഗ്രസും UDF-ഉം LDF-ഉം കൂടി ഒരു താല്പര്യത്തിൽ ഈ വിഷയങ്ങളെ ഇടപെടും എന്ന് നമ്മൾ എന്ന് കാണേണ്ടതുണ്ടോ? അതോ ഈ പറയുന്ന ക്രൈസ്തവ സമൂഹത്തോട് കൂടുതൽ അനുകൂലമായ നിലപാട് എടുത്തു കഴിഞ്ഞാൽ മറ്റൊരു വലിയ സമൂഹത്തിന്റെ വോട്ടുകൾ ഞങ്ങൾക്ക് നഷ്ടപ്പെടേണ്ട എന്ന ഒരു സ്റ്റാൻഡിലേക്ക് തന്നെ ആയിരിക്കുമോ? നിലവിൽ അങ്ങനെ ഒരു സ്റ്റാൻഡ് ഉണ്ടെന്നാണ് പൊതുവെ ക്രൈസ്തവ സംഘടനകൾ പറയുന്നത്. അതേ സ്റ്റാൻഡ് തന്നെ തുടരുകയാണോ, അതോ ഈ ചർച്ചകളൊക്കെ ഫലത്തിൽ ഗുണം ചെയ്യുമെന്നാണോ അങ്ങ് കരുതുക? ചർച്ചകൾ എന്താണെങ്കിലും അത് പൊതുവിൽ ഗുണം തന്നെയാണ് സമൂഹത്തിന് മൊത്തത്തില്. കാരണം പുതിയ കാഴ്ചപ്പാടുകളും വീക്ഷണങ്ങളും ശ്രദ്ധയിൽപ്പെടാത്ത കാര്യങ്ങളൊക്കെ ചർച്ചയിലൂടെയാണ് പുറത്തു കൊണ്ടുവരുന്നത്. ഇവിടെ ശ്രീ കള്ളുവേൽ പറഞ്ഞ പോലെ BJPയുടെ ഒരു ഗെയിം പ്ലാൻ ഉണ്ട്, അത് എല്ലാവർക്കും അറിയാം. ആ ഗെയിം പ്ലാനിന്റെ അകത്ത് 2 തലത്തിൽ അതിനെ കാണും. ആ ഗെയിം പ്ലാൻ നടപ്പാക്കി കഴിയുമ്പോൾ അതിന് ഗുണഭോക്താക്കളാകാൻ ആർക്കെങ്കിലും കഴിയുന്നുണ്ടെങ്കിൽ അവർക്കത് ബോധ്യപ്പെട്ട് കഴിഞ്ഞാൽ അവർ ആ ഗെയിം പ്ലാനിന്റെ ഒപ്പം നിൽക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാകും. പിന്നെ രാജ്യത്തെ ജനങ്ങളുടെ വോട്ട് ചെയ്യാനുള്ള ആ ട്രെൻഡ് എന്ന് പറയുന്നത് അത് എല്ലാ കാലത്തും മാറിയിട്ടുണ്ട്. കേരളത്തിൽ അത് മാറ്റമില്ല എന്ന് വിചാരിച്ചിട്ട് 2020 അതിന് ഉദാഹരണം തന്നു നമുക്ക്. ജനങ്ങൾ വേണം മാറി ചിന്തിക്കാൻ. ആം ആദ്മി പാർട്ടി വന്നു കഴിഞ്ഞപ്പോൾ അത് ഇന്ത്യയിലെ ജനങ്ങൾക്ക് BJPക്ക് ഉൾപ്പെടെ ഉള്ളവർക്ക് കൊടുത്ത സന്ദേശമാണ്, ജനങ്ങളെ വോട്ടിങ്ങിന്റെ കാര്യത്തിൽ നിങ്ങൾ ആർക്ക് വോട്ട് ചെയ്യണമെന്നുള്ളത്. അതുകൊണ്ട് വോട്ടിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ കാണുന്നതിന്റെ ഒക്കെ അപ്പുറത്തേക്ക് ചിത്രങ്ങൾ മാറും, വലിയ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. അത് അംഗീകരിക്കാൻ ഇവിടുത്തെ ഭരണകക്ഷിയും പ്രതിപക്ഷവും തയ്യാറാകുന്നില്ല എന്ന ഒരു ദുരന്തമാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം ഉള്ളത്. അതിന്റെ പ്രത്യാഘാതങ്ങൾ എങ്ങനെയായിരിക്കും എന്ന് പറയാൻ പറ്റും. ഇപ്പൊ കേരളത്തിന്റെ പ്രതിസന്ധി മുഴുവൻ കേരളത്തിന്റെ ഭരണാധികാരികളും കേന്ദ്രത്തിന്റെ ഭരണാധികാരികളും കൂടി ഉണ്ടാക്കി വെച്ചതാണ്. ഒരു വർഷം 6.5 ലക്ഷം ടൺ റബ്ബർ ഇവിടെ ഉത്പാദിപ്പിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ 1 കിലോ റബ്ബറിന് 70 രൂപ വെച്ച് കുറവ് വന്നു കഴിഞ്ഞാൽ ഒരു വർഷം കൃഷിക്കാരനുണ്ടാകുന്ന നഷ്ടം എന്ന് പറഞ്ഞാൽ 4550 കോടി രൂപയുടെ. കഴിഞ്ഞ ഒരു 10 വർഷത്തെ കണക്കെടുത്തു കഴിഞ്ഞാൽ കേരളത്തിൽ ഒരു വർഷം കടം മേടിക്കുന്നതിൽ കൂടിയ ആയിട്ട് നഷ്ടപ്പെടും. കർഷക വിഷയങ്ങൾ ഒത്തിരി നമ്മൾ ചർച്ച ചെയ്തു. ഞാൻ പറഞ്ഞു തീർക്കാണ്. ഞാൻ അതിലേക്ക് കൂടുതൽ പറഞ്ഞാലോ. ഞാൻ പറഞ്ഞു ഇത്രേ ഉള്ളൂ. ഇവിടുത്തെ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഇവിടുത്തെ ഭരണക്കാരുടെ ഭരണത്തിലെ കാര്യം കൊണ്ടാണ്. ഈ വിഷയങ്ങൾ ഇവിടെ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല എന്നതിന്റെ ദുരന്തം നേടുന്നത് ഇവിടുത്തെ സാധാരണക്കാരായ ആളുകൾ, അതിനകത്ത് കർഷകർ ഉൾപ്പെടുന്നുണ്ട്. അതുകൊണ്ട് ഈ തിരിച്ചറിവ് ആളുകളിലേക്ക് വരിക. അപ്പൊ മാറി ചിന്തിക്കുവാനും പുതിയ പരീക്ഷണത്തിലേക്ക് കടക്കുവാനും ജനങ്ങൾ ഒരുപക്ഷെ മനസ്സ് കാണിച്ചെന്ന് വരും. അത് ആരുടെയെങ്കിലും ഒക്കെ എഴുത്തുമേശക്കാതിരിക്കുന്ന പോലെ കാര്യങ്ങൾ നടക്കണമെന്നില്ല. പിന്നെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം കൂടെ പറയാനുള്ളത്, പാലാ പിതാവിനോട് കാണിച്ചത് ഇവിടുത്തെ ഒരു ക്രിസ്ത്യാനിയും മറന്നിട്ടില്ല, അത് മറക്കുകയുമില്ല. അത് തിരിച്ചറിയാനുള്ള ബോധം ഉണ്ടാകാത്തത് ആ പ്രതിപക്ഷ നേതാവിന് മാത്രമാണ്. അതുപോലുള്ള പ്രതിസന്ധികൾ കേരളത്തിലുണ്ട്, അത് തിരിച്ചറിയണം. അത് ഞാൻ അതിലേക്ക് കൂടുതൽ കടക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് കഴിഞ്ഞ ദിവസം ഇടതുപക്ഷത്തിന്റെ ഏറ്റവും മുതിർന്ന നേതാവ് BJPയും സഭയും തമ്മിലുള്ള ചർച്ചയെ കണ്ടിരിക്കുന്നത് മറ്റൊരു തലത്തിലാണ്. സീതാറാം യെച്ചൂരിയുടെയൊക്കെ പ്രസ്താവന, അദ്ദേഹത്തിന്റെ ആർട്ടിക്കിളൊക്കെ നമ്മൾ വായിച്ചതാണ്. അങ്ങനെ നോക്കുമ്പോൾ ഇടതുപക്ഷത്തിന്റെയും ഇപ്പോൾ LDFന്റെ നിലപാടും വളരെ പ്രധാനപ്പെട്ടത് അങ്ങ് പറയുന്നത് ആ ഒരു കോണ്ടെക്സ്റ്റിൽ എടുക്കുകയാണെങ്കിൽ അത് പ്രതിഷേധിക്കപ്പെടേണ്ടത് തന്നെയാണ് എന്നാണ് മനസ്സിലാക്കേണ്ടത്. ഉറപ്പായിട്ടും
ഉറപ്പായിട്ടും പ്രതിഷേധിക്കപ്പെടേണ്ടതാണ്. ഇവിടെ ജനങ്ങൾ പ്രതിസന്ധിയിലാണ് എന്ന് അംഗീകരിക്കാൻ ഇവർ തയ്യാറാകുന്നിടത്ത് മാത്രമേ ജനങ്ങൾ ഇനി ഇപ്പോഴത്തെ ഭരണത്തോടും പ്രതിപക്ഷത്തോടും ഉണ്ടാകൂ എന്ന കാര്യം ആരും അവഗണിക്കേണ്ടതില്ല. കാരണം മുഴുവൻ ഭാരവും ആരുടെ കയ്യിലേക്കാണ്? ഏറ്റവും വലിയ ഭാരം. ഇപ്പൊ 3 പേര് ബൈക്കിൽ പോകാൻ പാടില്ല. ഒരു അപ്പനും അമ്മയും ഒരു കൊച്ചും കൂടെ പോകണം. ആ കൊച്ചിന് വേണ്ടി തന്നെ ഒരു വണ്ടി വിടാൻ പറ്റുമോ? സ്കൂളിലേക്ക് പോകേണ്ട സ്കൂളിൽ കൊണ്ടേ ആക്കണം കുട്ടിയെ. അപ്പന് ജോലിക്ക് പോകണം, അമ്മ. പക്ഷെ അതിലൊരു സുരക്ഷയുണ്ട് ശ്രീ ഡോക്ടർ ജോസൂട്ടി വടികയിൽ. അതിനെ നമുക്ക് ആ നിലയ്ക്ക് കണ്ടാൽ പോരെ? അതിലൊരു സുരക്ഷാ പ്രശ്നമല്ലേ? പർട്ടിക്കുലർ വിഷയത്തിൽ കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് ഇല്ലാത്ത ഒരു സുരക്ഷ ആണോ ഇതുകൊണ്ട്? അല്ല അതിൽ ഞാൻ ഒരിക്കലും അംഗീകരിക്കില്ല. കാരണം അങ്ങനെ ഒരു സുരക്ഷ വേണം. ആ സുരക്ഷയെ നമ്മൾ അങ്ങനെ കാണേണ്ട. അതിലും വലിയ വിഷയങ്ങൾ അങ്ങേക്ക് പക്ഷെ പറയാം. അത് കെട്ടിടത്തിന് നികുതികൾ വർദ്ധിപ്പിക്കുന്നത് അറിയാം, അല്ലെങ്കിൽ പെനാൽറ്റി കൂട്ടുന്നത് അറിയാം, ജനങ്ങളുടെ അമിതമായ വില വർധനയൊക്കെ നമുക്ക് ആ നിലയ്ക്ക് കാണേണ്ട. പക്ഷെ ഇതിനെ ആ നിലയ്ക്ക് കാണണമോ എന്നത് ഞാൻ പറഞ്ഞതിന്റെ ഫോക്കസ് മാറരുത്. എന്ത് തീരുമാനത്തിന്റെയും ദുരന്തവും കഷ്ടപ്പാടും ഏക്കാൻ പോകുന്നത് പാവപ്പെട്ടവരും സാധാരണക്കാരുമായിട്ടുള്ള ആളുകളിലാണ്. ആ തിരിച്ചറിവിൽ നിന്നുകൊണ്ട് ആളുകൾ ചിന്തിക്കാൻ ആരംഭിച്ചിരിക്കുന്നു. അതിന് മാറ്റം വരുത്താനായിട്ട് ആർക്ക് കഴിയുമോ അവരുടെ കൂട്ടത്തിൽ ജനം പോകും. അതിന് മാറ്റം വരുത്താൻ കഴിയുന്നവരുണ്ടെന്ന് ജനത്തെ ബോധിപ്പിക്കാൻ ഇവിടെ ആർക്കെങ്കിലും കഴിഞ്ഞാൽ അവരുടെ ഒപ്പം ജനം പോയാൽ അവരെ കുറ്റപ്പെടുത്തിയിട്ട് കാര്യമില്ല. പിന്നെ നാളെ ഇരുന്ന് വിലപിച്ചിട്ട് കാര്യവുമില്ല. അത് ചിലപ്പോൾ ഗെയിം പ്ലാൻ ആയിരിക്കാം, ചിലപ്പോൾ വേറെ എന്തെങ്കിലുമൊക്കെ പദ്ധതികളായിരിക്കാം. അങ്ങനെ ഒരു യാഥാർത്ഥ്യത്തിൽ നിന്നുകൊണ്ട് വേണം ഈ രാഷ്ട്രീയവുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഈ ഗെയിം പ്ലാൻ എന്നൊക്കെ പറയുമ്പോഴേ നമ്മളൊക്കെ ക്രിസ്ത്യാനികളാ. മാൻ പ്രപ്പോസസ്, ഗോഡ് ഡിസ്പോസസ്. അൾട്ടിമേറ്റ്ലി ഗെയിം പ്ലാനിനൊക്കെ അത്രേ വിലയുള്ളൂ. ഒരു കാര്യം കൂടി പറഞ്ഞോട്ടെ. ഈ അദ്ദേഹം നമ്മുടെ ഈ കാറ് സ്കൂട്ടറിൽ ഒരു കൊച്ചുകുട്ടീനെ ഇരുത്തിയാല് അത് നിയമത്തിന്റെ വിരുദ്ധമാണ്. 500 രൂപ 1500 രൂപ ഫൈൻ അടയ്ക്കെന്ന് പറഞ്ഞു. അത് നിതിൻ തെറ്റാണെന്ന് പറഞ്ഞു. ഞാൻ തെറ്റാണെന്ന് ഞാൻ സമ്മതിക്കാം. പക്ഷെ 40 കാറ് 110 കിലോമീറ്റർ സ്പീഡിൽ ഓടിക്കുന്നത് ശരിയാണോ? ശരിയല്ല. അപ്പൊ ഒരു കൊച്ചുകുട്ടീനെ നിർത്തുന്നത് എത്രയും തെറ്റാണോ? തെറ്റാണ്, ഞാൻ സമ്മതിക്കാം. പക്ഷെ അങ്ങനെ ഒരു പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ നമ്മൾ എത്ര പാവപ്പെട്ടവരുണ്ട്. നമ്മൾ റബ്ബർ കർഷകരെ പറ്റി പറയുമ്പോൾ എത്ര റബ്ബർ കർഷകരാണ് കൊച്ചുകുട്ടികളെ വെച്ച് സ്കൂട്ടറിൽ പോകുന്നത്. അതൊരു സുപ്രഭാതത്തിൽ നിർത്താന്ന് പറഞ്ഞാല് 40 കാറുകളുടെ കോണുമായാണ് പോകുന്നത് മുഖ്യമന്ത്രിയുടെ കൂടെ 110 കിലോമീറ്റർ സ്പീഡിൽ. അതിന് തെറ്റില്ല. മാത്രമല്ല VIP-കൾക്ക് ഇതൊന്നും പ്രശ്നവുമല്ല എന്നാണ് പറയുക. അവർക്ക് ഈ പഴയ അടയ്ക്കേണ്ട, അവർക്ക് ഒരു പോലീസ് സ്റ്റേഷനിലും പോകണ്ട, അവർക്ക് ഇതിന്റെ ചെല്ലാൻ അടയ്ക്കേണ്ട കാര്യമില്ല. ഇതെല്ലാം നമ്മൾ വായിക്കുന്നുണ്ട്. തീർച്ചയായും ഞാൻ അതിനോട് ആ നിലയ്ക്ക് ഞാൻ അതിനോട് യോജിക്കുന്നു പൂർണ്ണമായിട്ടും. യെസ്, ഞാൻ തിരിച്ചു വരാം. ഡോക്ടർ ജോസൂട്ടി വടികയിൽ അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചോ? അങ്ങേക്ക് സമയം ഇനിയും ആവശ്യമുണ്ടോ? അങ്ങ് പറഞ്ഞ് അവസാനിപ്പിച്ചോ? തുടരൂ. BJP-യുമായി പാമ്പളാനി പിതാവ് പറഞ്ഞതും ആലഞ്ചേരി പിതാവ് പറഞ്ഞതും ഇപ്പോഴത്തെ BJP-യുടെ ഈ പദ്ധതികളിലും ഒക്കെ ഈ രീതിയിൽ രൂപപ്പെട്ടു വന്നതിന്റെ കാരണം എന്താണ്? ആ കാരണം എന്ന് പറയുന്നത് അങ്ങനെ ആളുകളിലേക്ക് ഒരു ധാരണ ഉണ്ടാകാത്ത രീതിയിൽ ഈ കാര്യങ്ങൾ ധ്രുവീകരിക്കപ്പെട്ട് വന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം ഇവിടുത്തെ ഭരണകക്ഷിയും ഇന്നത്തെ ഇവിടുത്തെ പ്രതിപക്ഷവുമാണ്. അവരൊപ്പം നിൽക്കാനുള്ള പ്രതിപക്ഷം അവർ കാണിക്കണം. അത് കാണിക്കുക എന്നുള്ളതിന്റെ ഒരു ചൂണ്ടുപലകയായിട്ട് വേണം ഇതിനെ കാണാൻ എന്നാണ് എനിക്ക് ഇതിനകത്ത് പറയാനുള്ളത്. അതിന് കഴിയുന്നില്ലെങ്കിൽ ക്രൈസ്തവ സമൂഹം ഉൾപ്പെടെ ഇനി ആരുടെയെങ്കിലും വോട്ട് ബാങ്ക് ആയിരിക്കും എന്ന ധാരണ വേണ്ട. ഇത് ഫിക്സഡ് ഡിപ്പോസിറ്റ് ആണ്, ഇതേ റിട്ടേൺ കാണിക്കാം എന്ന് വിചാരിച്ചാൽ അത് നടക്കില്ല. കാരണം സമുദായം നേരിടുന്ന നിരവധിയായ പ്രശ്നങ്ങൾ, അത് നമ്മുടെ ആലഞ്ചേരി പിതാവ് പാമ്പളാനി പിതാവ് ചൂണ്ടിക്കാണിച്ചത്, കല്ലറിങ്ങാട്ട് പിതാവ് ചൂണ്ടിക്കാണിച്ചത് ഉൾപ്പെടെയുള്ള വിഷയങ്ങൾ ഇവിടെ സജീവമായി നിൽക്കുന്നുണ്ട്. അതിന്റെ ദുരന്തവും അതിന്റെ ആശങ്കകളും ഉള്ള ആളുകൾ ഉള്ളപ്പോൾ തീർച്ചയായും ഇതൊരു സൂചനയാണ്, ഇത് ചൂണ്ടുപലകയാണ്, മാറ്റത്തിനുള്ള നാന്ദിയാണ്. മാറിക്കഴിയുമ്പോൾ ഉണ്ടാകാവുന്ന മാറ്റങ്ങളുടെ ബലിയാടുകൾ ആരൊക്കെയാകും, ഗുണഭോക്താക്കൾ ആരൊക്കെയാകുമെന്ന് തൽക്കാലം നമ്മൾ നോക്കേണ്ടതില്ല എന്നൊരു ചിന്തയാണ് സമുദായത്തിനകത്ത് ബഹുഭൂരിപക്ഷം ആളുകൾക്ക് ഉള്ളത്. ഇത് ആളുകളുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെയാണ്, വരേണ്യവർഗവുമായിട്ടല്ല, സാധാരണക്കാരുമായിട്ട് ബന്ധപ്പെടുമ്പോൾ അവരുടെ മനസ്സിൽ നിന്നുള്ള അഭിപ്രായം തന്നെയാണ് ഈ പറഞ്ഞത്. ഇതിന്റെ രാഷ്ട്രീയ പ്രത്യാഘാതം എവിടെ ചെല്ലും എന്നൊക്കെ എന്നെ UDF-കാരൊക്കെ ഞങ്ങളെ വന്ന് ബോധപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങൾ ആൾക്കാരോട് പറയുമ്പോൾ നമ്മൾ അതിനെക്കുറിച്ച് ചിന്തിക്കേ വേണ്ട, അത് എങ്ങോട്ടെങ്കിലും പൊക്കോട്ടെ. എന്താണെങ്കിലും ഇത് വേണ്ടവർ, ആവശ്യമുള്ളവർ അതിനനുസരിച്ച് നിലപാടെടുത്ത് മുന്നോട്ട് പറഞ്ഞു. ഇവിടെ എത്ര സമരം ചെയ്യാൻ കഴിയുന്നുണ്ട് ഇവിടുത്തെ കൃഷിക്കാർക്ക് വേണ്ടി. അരിക്കുമ്പം വിഷയം വന്നു. ഇവിടെ നിലപാടുകൾ ഉറച്ചു നിന്നുകൊണ്ട് നിശ്ചിതമായ തീരുമാനത്തോടെ സമരം ഇവിടെ ഉണ്ടായിട്ടുണ്ടോ? വളരെ നിശ്ചിതമായ ഒരു തീരുമാനം എടുത്തുകൊണ്ടുള്ള ഒരു സമരത്തിന് ഇവർ വന്നിട്ടുണ്ടോ? ഒരു ഹർത്താൽ പ്രഖ്യാപിക്കുന്ന നല്ലൊരു സമരം. ഇവിടെ ജനത്തിനോടൊപ്പം നിൽക്കുകയാണ്. നിങ്ങളുടെ പ്രശ്നം പരിഹരിച്ചിട്ട് ഞങ്ങൾ ഇനി സെക്രട്ടറിയേക്കുള്ളൂ എന്ന് പറഞ്ഞാൽ ധീരമായ നിലപാടെടുത്തുകൊണ്ട് പോകാൻ ഇവിടുത്തെ UDF-ന് കഴിഞ്ഞിട്ടുണ്ടോ? ഇവിടെ പ്രതിപക്ഷ നേതാവ് എവിടെയെങ്കിലും ഒക്കെ ഒരു ചിരിച്ചുകൊണ്ട് ഒരുമാതിരി ഒരു ചെറിയൊരു തമാശം
പകുതി കാര്യവും പകുതി തമാശയുമായിട്ട് ഓരോ തീർമാനങ്ങൾ വിട്ടാലൊന്നും ജനത്തിനതൊന്നും ബോധ്യപ്പെടുകയല്ല. ജനം ശരി 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 വളരെ സതീശിനെ കൂടെ ആൾക്കാർ പറഞ്ഞു തന്നെയാ പറഞ്ഞത്. ശരി സതീശിനെ മന്ത്രിസഭയിൽ എടുക്കുകയാണെങ്കിൽ ഒരു ശരി 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 ക്ലിയർ ആണ്, വളരെ ക്ലിയർ ആണ്. ഇത് ഇങ്ങനെ ഒരു മാറ്റം വരികയാണെങ്കിൽ ഇതിന്റെ ബലിയാടുകള് ക്രിസ്ത്യാനികളാകും ഇന്ത്യയിലും തീർച്ചയായും തീർച്ചയായും ഞാൻ വരാം ഞാൻ അവസാനം നമ്മളായിരിക്കും ഇതിന്റെ ബലിയാടുകളാകുക എന്ന് കൂടി പൊയ്ക്കൊണ്ടിരിക്കുക. ഇവിടുത്തെ ചെറുപ്പക്കാർ മുഴുവൻ പൊയ്ക്കൊണ്ടിരിക്കുക ഈ രാജ്യം വിട്ട്. ശരി ശരി ഞാൻ ഈ ചർച്ചയിൽ ഏറ്റവും അവസാനം ശ്രീ ഫ്രാൻസിസ് ജോർജിലേക്ക് വരികയാണ്. ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് അല്ലേ പറഞ്ഞത്? കാരണം ഒരു കത്തോലിക്ക കോൺഗ്രസിന്റെ അന്തർദേശീയ ഒരു ഭാരവാഹി നമ്മോട് പറയുകയാണ്, കേരളത്തിലെ ക്രൈസ്തവ സമൂഹത്തെ കൃത്യമായി കണ്ടില്ലെങ്കിൽ അല്ലെങ്കിൽ അവരുടെ ആശങ്കകൾ നിങ്ങൾ ഗൗനിച്ചില്ലെങ്കിൽ മറ്റൊരു ഓപ്ഷനെ കുറിച്ച് അവർ ആലോചിച്ചാൽ, മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയിലേക്ക്, അത് BJP ആവണമെന്നൊന്നുമില്ല, മറ്റൊരു രാഷ്ട്രീയ സംവിധാനത്തിലേക്ക് അവർ ആലോചിച്ചാൽ അവരെ കുറ്റം പറയാൻ പറ്റുമോ എന്നത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമല്ലേ? അത് തീർച്ചയായിട്ടും അത് അങ്ങയുടെ പാർട്ടിക്ക് ഉൾപ്പെടെയുള്ളവർക്ക് അതൊരു ചോദ്യമാകേണ്ടതല്ലേ, ചോദ്യചിഹ്നമാകേണ്ടതല്ലേ? അതിൽ കൃത്യമായ ഒരു നിലപാടുകൾ, നടപടികൾ, അല്ലെങ്കിൽ അവരെ കേൾക്കാനെങ്കിലുമുള്ള മനസ്സ് ഉണ്ടായില്ലെങ്കിൽ അങ്ങ് ഇവിടെ നമ്മൾ ഈ ചർച്ചയിൽ പലപ്പോഴും പലരും പറയുന്നത് പോലെ വർഷങ്ങളായിട്ടുള്ള വോട്ട് ബാങ്ക് അല്ലെങ്കിൽ കിട്ടിയിരിക്കുന്ന വോട്ടുകളൊക്കെ മാറുന്ന കാലം ആണെന്നുള്ള സൂചനയും ഒരു ഭീഷണിയും ഉണ്ട്. അതിനെങ്ങനെയാണ് അങ്ങ് വായിക്കുക? അല്ല, നമ്മളിപ്പോ ഈ രീതിയിൽ ഇപ്പൊ കത്തോലിക്ക കോൺഗ്രസ് ഒരു നിലപാട് പറയുമ്പോൾ കത്തോലിക്ക കോൺഗ്രസ് എന്ന് പറയുന്ന പ്രസ്ഥാനം പ്രതിദാനം ചെയ്യുന്ന ആ ഒരു വിഭാഗത്തിന്റെ മാത്രം കാഴ്ചപ്പാടിൽ ഒരു കാര്യം പറയാനായിട്ട് പറ്റും. ഇന്ത്യ ഒരു ജനാധിപത്യ രാഷ്ട്രമാണ്, നമ്മളൊരു പ്ലൂറൽ സൊസൈറ്റിയാണ്, വിവിധ ജാതി മത വിഭാഗങ്ങളുണ്ട്. അപ്പൊ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം ഈ കാര്യങ്ങളെല്ലാം പരിഗണിച്ചുകൊണ്ട് ദേശീയവും ദേശീയ തലത്തിലും സംസ്ഥാന തലത്തിലുമുള്ള എല്ലാ പ്രശ്നങ്ങളെയും പരിഗണിച്ചുകൊണ്ട് ഇതിനെല്ലാം കോർത്തിണക്കിക്കൊണ്ടുള്ള സമന്വയിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് മാത്രമേ ഉത്തരവാദിത്തപ്പെട്ട ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് സ്വീകരിക്കാനായിട്ട് കഴിയൂ. പക്ഷേ സംസ്ഥാനത്ത് ഇന്ത്യയിലെ ഓരോ സംസ്ഥാനങ്ങളുടെയും പ്രശ്നങ്ങൾ വ്യത്യസ്തമാണ്. കേരളത്തിന്റെ പ്രശ്നം നമുക്കറിയാം. കേരളം ഏറ്റവും കൂടുതൽ ഈ നാണ്യവിളകൾ, സുഗന്ധവ്യഞ്ജനങ്ങളൊക്കെ ഉൽപ്പാദിപ്പിക്കുന്ന ഒരു സംസ്ഥാനമാണ്. നമ്മളുടെ പ്രശ്നം എന്താണ്? രാജ്യം അന്തർദേശീയ തലത്തിൽ ഏർപ്പെടുന്ന എല്ലാ കരാറുകളും, പ്രത്യേകിച്ച് ഈ പറയുന്ന അന്തർദേശീയ കരാറുകൾ, വ്യാപാര കരാറുകൾ, ഈ കരാറുകളുടെ ഒക്കെ ഏറ്റവും കൂടുതൽ ദോഷഫലങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നത് ഇന്ന് വാസ്തവത്തിൽ കേരളം പോലുള്ള ഒരു സംസ്ഥാനമാണ്, കേരളമാണ്. അപ്പൊ നമ്മളിത് എത്രയോ കാലമായിട്ട്, ഞാനൊക്കെ പാർലമെന്റിൽ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്, ഇന്ത്യ അന്തർദേശീയ കരാറുകളിൽ ഒപ്പിടുന്നതിന് മുൻപ്, ബയലാറ്ററൽ കരാറുകൾ, മൾട്ടിലാറ്ററൽ കരാറുകളിലൊക്കെ ഉൾപ്പെടുന്നതിന് മുൻപ് ഇന്ത്യ ഒരു ജനാധിപത്യ ഫെഡറൽ രാജ്യം എന്നുള്ള നിലയിൽ തീർച്ചയായിട്ടും ഈ കരാറുകൾ സംസ്ഥാനങ്ങളുമായി ഇതിന്റെ വിശദാംശങ്ങൾ ചർച്ച ചെയ്ത് ഇതിന്റെ ദോഷഫലങ്ങൾ എന്താണ്, ഓരോ സംസ്ഥാനവും നേരിടേണ്ടി വരുന്ന പ്രശ്നങ്ങൾ എന്താണ് എന്ന് മനസ്സിലാക്കി അതിൽ അനുകൂലമായ, നമുക്ക് ദോഷകരമല്ലാത്ത വ്യവസ്ഥകളിൽ മാത്രമേ നമ്മൾ ഏർപ്പെടാവൂ. 100% നടപ്പിലാക്കാൻ പറ്റിയില്ലെങ്കിലും ഈ കാര്യത്തിൽ ഒരു ജനാധിപത്യ ഫെഡറൽ രാജ്യം എന്നുള്ള നിലയിൽ ഇന്ത്യ അത് ശ്രദ്ധിക്കേണ്ടതായിട്ട്. അതെ, ആ ഒരു വിഷയത്തിൽ ക്ലിയർ ആണ്. ആ ഒരു വിഷയം ക്ലിയർ ആണ്. അതിലപ്പുറത്തേക്കുള്ള വിഷയങ്ങളാണ് അദ്ദേഹം മറുപടി ആവശ്യപ്പെടുന്നത്. അതിലപ്പുറത്തേക്കുള്ള വിഷയം എന്ന് പറഞ്ഞാൽ ഇവിടെ ഇപ്പൊ ശ്രീ ജോസൂട്ടി ഒഴികയിൽ പറഞ്ഞതുപോലെ ജനങ്ങൾ അവരുടെ ഇഷ്ടം പോലെ തീരുമാനങ്ങൾ എടുക്കും. അവർക്ക് പ്രയോജനം കിട്ടുന്ന രീതിയിൽ തീരുമാനങ്ങൾ, അതൊക്കെ സ്വാഭാവികമാണ്. ജനാധിപത്യ വ്യവസ്ഥയിൽ അതൊക്കെ സ്വാഭാവികമാണ്. പക്ഷേ രാഷ്ട്രീയ പാർട്ടികളുടെ അല്ലെങ്കിൽ ജനാധിപത്യത്തിലും മതേതരത്വത്തിലും ഒക്കെ വിശ്വസിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ചുമതല എന്താണ്? നമ്മളിപ്പോ താൽക്കാലികമായിട്ടുള്ള കാര്യങ്ങൾ കാണണ്ട എന്ന് ഞാൻ പറയുന്നില്ല. പക്ഷെ താൽക്കാലികമായിട്ടുള്ള നേട്ടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ അതുണ്ടാക്കാവുന്ന ദുരവ്യാപകമായിട്ടുള്ള പ്രത്യാഘാതങ്ങൾ എന്ത്, അതുകൂടി ഉത്തരവാദിത്തമുള്ള ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ജനങ്ങളെ പറഞ്ഞു പഠിപ്പിക്കാനും അതനുസരിച്ച് രാഷ്ട്രീയ തീരുമാനങ്ങൾ എടുക്കാൻ അവരെ പ്രേരിപ്പിക്കാനുള്ള ഒരു ഉത്തരവാദിത്വം ജനാധിപത്യത്തിൽ വിശ്വസിക്കുന്ന, മതേതര മൂല്യങ്ങളിൽ വിശ്വസിക്കുന്ന ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഉത്തരവാദിത്വമുണ്ട്. നമുക്ക് ആ കാര്യങ്ങൾ കൂടി നിന്നുകൊണ്ട് മാത്രമേ ഇന്ത്യ പോലെ ഇത്ര സങ്കീർണമായ ഒരു രാജ്യത്ത് ഇത്രയും കാലം ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ളപ്പോഴും നമ്മുടെ ഏറ്റവും വലിയ നേട്ടം എന്താണ്? ജനാധിപത്യ വ്യവസ്ഥ ഇവിടെ നിലനിർത്താൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെയാണ്. 5 വർഷം കൂടുമ്പോൾ ഇവിടെ തെരഞ്ഞെടുപ്പ് നടക്കുന്നു. എത്ര രാജ്യത്ത് അത് സാധിക്കുന്നുണ്ട്? ആ അവകാശങ്ങൾ നിലനിർത്തി മുന്നോട്ട് പോകണമെന്നുണ്ടെങ്കിൽ നമ്മൾ താൽക്കാലികമായിട്ടുള്ള പ്രശ്നങ്ങൾ കാണണ്ട എന്ന് ഞാൻ പറയുന്നില്ല. അതിനുവേണ്ടി നമ്മൾ പോരാടണം, നമ്മുടെ അവകാശങ്ങൾ നേടിയെടുക്കണം. അതിനോടൊപ്പം തന്നെ നമുക്ക് ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാടും ഇന്ത്യയുടെ ജനാധിപത്യം നിലനിർത്തി പോകാനുള്ള, മതേതര സ്വഭാവം നിലനിന്ന് പോകാനുള്ള ദീർഘവീക്ഷണത്തോട് കൂടിയിട്ടുള്ള ഒരു കാഴ്ചപ്പാട് നമുക്ക് ആവശ്യമാണ്. ആ ഒരു കാഴ്ചപ്പാടിൽ നിന്ന് നമ്മൾ ചിന്തിക്കുമ്പോൾ ഇപ്പോൾ ഇന്ന് ഇന്ത്യ ഭരിക്കുന്ന BJP എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, അതിനെ നിയന്ത്രിക്കുന്ന സംവിധാനങ്ങൾ എന്താണെന്ന് നമുക്കറിയാം. ആ സംവിധാനങ്ങളുടെ ഈ കാര്യങ്ങളിലേക്കുള്ള കാഴ്ചപ്പാട് എന്താണെന്ന് നമുക്ക് ഇതിനോടകം ബോധ്യമായിട്ടുണ്ട്. അപ്പോ ആ കാര്യത്തിൽ വളരെ ശ്രദ്ധയോടുകൂടി കരുതലോടുകൂടി മാത്രമേ നമ്മളൊരു രാഷ്ട്രീയമായിട്ടുള്ള തീരുമാനം എടുക്കാവൂ എന്ന്
നമ്മുടെ ജനങ്ങളെ, പ്രത്യേകിച്ച് ഈശ്വര വിശ്വാസത്തിൽ അടിയുറച്ചു നിൽക്കുന്ന ക്രൈസ്തവ വിഭാഗങ്ങൾ, പ്രത്യേകിച്ച് കത്തോലിക്ക സഭ പോലുള്ള സഭാ സംവിധാനങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ വളരെ ഗഹനമായി ആലോചിച്ച് ചിന്തിച്ചുറച്ച് മാത്രമേ ഒരു നിലപാട് സ്വീകരിക്കാൻ പാടുള്ളൂ. വ്യക്തിപരമായ കാരണങ്ങളാൽ ഏതെങ്കിലും നേതാക്കന്മാർ എന്തെങ്കിലും ഒരു നിലപാട് പറയുന്നു എന്നുള്ളതിന്റെ പേരിൽ സഭ അങ്ങനെയുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. അങ്ങനെ ഏറ്റെടുക്കാൻ പാടില്ലാത്തതുമാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം വിശാലമായിട്ടുള്ള ഒരു കാഴ്ചപ്പാട് ആവശ്യമാണ്. സഭയുടെ കാഴ്ചപ്പാട് എന്തായിരിക്കണം? സഭാ മക്കളോടൊപ്പം തന്നെ സഭയിൽക്ക് പുറത്തുള്ളവരുടെയും നന്മ ആഗ്രഹിക്കുന്ന ഒരു പ്രസ്ഥാനമാണല്ലോ നമ്മൾ. നിലവിലെ രാഷ്ട്രീയ പാർട്ടികൾ അവരുടെ സംവിധാനങ്ങളൊന്നും സഭയുടെ ആശങ്കകൾ കേൾക്കുന്നില്ല എങ്കിൽ മറ്റു ഓപ്ഷനുകളിലേക്ക് അവർ നോക്കുന്നതിനെയും നമുക്ക് തെറ്റു പറയാൻ പറ്റില്ല എന്ന് അങ്ങയുടെ വാക്കിൽ നിന്ന് എനിക്ക് വായിച്ചെടുക്കാൻ പറ്റും. ഇല്ലില്ല, ആശങ്കകൾ കേൾക്കുന്നില്ല എന്ന് പറയുന്നത് 100% ശരിയല്ല. അതിൽ കുറവുകൾ അങ്ങനെയെങ്കിൽ എത്ര കോൺഗ്രസിന്റെ നേതാക്കന്മാർ പരസ്യമായി അത്തരം പ്രസ്താവനകൾ നടത്തിയിട്ടുണ്ട് എന്നൊരു ചോദ്യം അവിടെ കിടപ്പുണ്ട്. ഞാൻ ചോദിക്കട്ടെ, പ്രസ്താവന നടത്തുന്നതല്ലല്ലോ കാര്യം, ഫലത്തിൽ എന്ത് ചെയ്തു എന്നുള്ളതാണല്ലോ കാര്യം. ഇപ്പൊ 2024 വരാൻ പോകുന്ന പാർലമെന്റ് തെരഞ്ഞെടുപ്പിന് മുൻപാണല്ലോ ഈ രാജ്യം ഇപ്പൊ നിരന്തരമായി 2 ടേമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഈ ആശങ്കകളെ കുറിച്ചൊക്കെ ഉള്ള ഒരു താല്പര്യം വന്നത്. അപ്പൊ അതെന്ത് നിലപാടാണ്? ഇതൊന്നും നമ്മൾ ഉയർത്താത്ത കാര്യങ്ങളല്ലല്ലോ. ഈ കാർഷിക പ്രശ്നങ്ങളും ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾ, പ്രത്യേകിച്ച് ക്രൈസ്തവ ന്യൂനപക്ഷങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും ഒക്കെ നിരന്തരമായി എല്ലാ വേദിയിലും, പാർലമെന്റിലും നിയമസഭയിലും മറ്റു വേദികളിലും എല്ലാം നമ്മൾ നിരന്തരമായി മാധ്യമങ്ങളിലൂടെ ഒക്കെ ഉന്നയിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിന് നേരെയൊന്നും യാതൊരു പ്രതികരണവും നടത്താത്തവർ ഇപ്പോൾ 2024 ഏതാനും മാസങ്ങൾ അവശേഷിക്കുന്നു, കഷ്ടി 1 വർഷം തെരഞ്ഞെടുപ്പ് വരുന്നു. അപ്പോൾ തങ്ങൾക്ക് ഇവിടെ ഒരു 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 നിലയുറപ്പിക്കണം എന്നുള്ളതിന്റെ പേരിൽ ഇപ്പോൾ ഈ ആശങ്കകളൊക്കെ ഞങ്ങൾ പരിഹരിച്ചു തരാമെന്ന് പറഞ്ഞാൽ അത് അതേപടി വിഴുങ്ങാൻ സഭയാണെങ്കിലും തയ്യാറാകരുത്, മറ്റു സഭയുമായി ബന്ധപ്പെട്ട പ്രസ്ഥാനങ്ങളും തയ്യാറാകരുത്. എന്നാൽ നമുക്ക് കാര്യങ്ങളെ വാച്ച് ചെയ്യാം. നമുക്ക് ഇനിയും മാസങ്ങളുണ്ടല്ലോ. എന്തൊക്കെ നിലപാടുകൾ സ്വീകരിക്കുന്നു എന്നുള്ളതിനെ കുറിച്ച് നോക്കാം. നമ്മളിപ്പോ നിലവിലുണ്ടായിരുന്ന പ്രസ്ഥാനങ്ങളെല്ലാം തള്ളിപ്പറഞ്ഞ് ഇത് ഈ ഒരു പുതിയ നിലപാടാണ് ശരി എന്ന് പറയുന്നത്, അത് നമ്മൾ സത്യത്തിന് നേരെ കണ്ണടയ്ക്കുന്നതിന് തുല്യമായിരിക്കും എന്നാണ് എന്റെ വിനീതമായിട്ടുള്ള അഭിപ്രായം. തീർച്ചയായും ഇതിനെ ഒരു വാക്ക് പറയാൻ ആഗ്രഹിക്കണം. അതായത് ഇവിടെ ഉണ്ടാകേണ്ട കേരളത്തിലെ ക്രൈസ്തവ സമൂഹവും മനസ്സിലാക്കേണ്ടത് ഇപ്പോൾ തന്നെ പലതായിട്ട് ഭിന്നിച്ചു കിടക്കുകയാണ് ഈ സമൂഹത്തിന്റെ വോട്ട്. ഈ വോട്ടാണ് ഇതിന്റെ ഏറ്റവും വലിയ ശക്തി. ഇത് ഇപ്പൊ തന്നെ LDF-ല്, UDF-ല്, BJP-യിലും ഒക്കെ ആയിട്ട് കിടക്കുകയാണ്. ഇനിയും അത് കൂടുതൽ ഭിന്നിക്കുന്ന ഒരു സ്ഥിതിയിലേക്ക് പോകാതെ എല്ലാവരും ഒന്നിക്കുന്നുണ്ട്. അതാണ് ഞാൻ 30-35 വർഷമായി ഒരു നിരീക്ഷകൻ എന്ന നിലയിൽ എന്നെ സംബന്ധിച്ചോളം ഈ കർഷകരോടും ക്രൈസ്തവരോടും എന്റെ ഏറ്റവും വലിയ ആശങ്ക അതാണ്. കേരളത്തിന്റെ ക്രൈസ്തവരുടെയും കർഷകരുടെയും ഏറ്റവും ശക്തിയായ വോട്ട് അത് ഇനിയും ഭിന്നിക്കപ്പെടരുത് എന്നതാണ് പ്രധാനം. അത് എല്ലാ വോട്ടും ഞങ്ങൾ കാണുന്ന 3 പാർട്ടികൾ അവകാശപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ ഈ ചർച്ച ഇനി അങ്ങനെ ഘട്ടത്തിലേക്ക് എന്ന് പോലും പറയേണ്ട ഒരു സാഹചര്യം. ഞാൻ സമയം ഒരു കാര്യം പറഞ്ഞോട്ടെ, ഡൽഹിയിലും പഞ്ചാബിലും അടിച്ചമർത്തിയ ഒരു ഗവൺമെന്റാണ്. ശരി 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 നമ്മൾ മറക്കരുത്. തീർച്ചയായും ചരിത്രം അവിടെ കിടപ്പുണ്ട്. ശരി ശരി. ശ്രീ ജോണി നെല്ലൂരിന്റെ കേരള കോൺഗ്രസ് പാർട്ടിയിൽ നിന്നുള്ള രാജി, അദ്ദേഹത്തുള്ള രാഷ്ട്രീയ നീക്കങ്ങളാണ് നമ്മൾ ചർച്ച തുടങ്ങിയതെങ്കിലും കേരളത്തിൽ ഇനി ഭാരതത്തിൽ വരാൻ പോകുന്ന വലിയ ലാർജസ്റ്റ് പെർസ്പെക്റ്റീവുള്ള രാഷ്ട്രീയം നമ്മൾ ചർച്ച ചെയ്തു. ഇതിന്റെ തന്ത്രം എന്താണ്? ഇത് കേരളത്തിലെ പൊതുസമൂഹത്തിന് എന്ത് സന്ദേശമാണ് നൽകുന്നത്? കേരളത്തിലെ രാഷ്ട്രീയ കാലാവസ്ഥയിൽ എന്ത് മാറ്റമാണ് വരുന്നത്? ഇത് നമ്മൾ കണ്ടറിഞ്ഞേ മതിയാകുകയുള്ളൂ, കണ്ടറിഞ്ഞേ നമുക്ക് മനസ്സിലാവുകയുള്ളൂ. ഈ ചർച്ചയിൽ പങ്കെടുത്ത 4 പേർക്കും നന്ദി. ഷക്കീന ഇവിടെ അവസാനിക്കുന്നു. നന്ദി.